Hello, good morning. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian and welcome to the Hindu Editorial Analysis of 8th March 2022. അപ്പോൾ ഇന്ന് 8-ാം തീയതി മാർച്ച് 8-ാം തീയതി ഒരു പ്രത്യേകത ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ വിമൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് വിമൻസ് ഡേയുടെ ആശംസകൾ എല്ലാ ബോൾഡ് ആൻഡ് സ്ട്രോങ് ലേഡീസിനും ഞാൻ നേരുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. സോ ഗോ എക്സ്പ്ലോർ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ സെഷൻ. അപ്പോൾ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ സെഷൻ മോർണിംഗ് മൺഡേ ടു ഫ്രൈഡേസ് 9 AM to 10 AM ഉള്ളതാണ്. സാറ്റർഡേസിൽ നമ്മൾ ഈ വൊക്കാബിൻ്റെ അനാലിസിസ് നടത്താറില്ല, ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. ബട്ട് വൊക്കാബിൻ്റെ നമ്മൾ ഒരാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ എഡിറ്റോറിയൽ വൊക്കാബിൻ്റെ ക്വിസ്, പ്രാക്ടിക്കൽ ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സെഷൻ പ്രത്യേകത. ഈ സെഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാം, നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റി, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ വൊക്കാബ് എൻറിച്ച് ചെയ്യാം, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്തെടുക്കാം. അതാണ് നിങ്ങളുടെ സെഷൻ്റെ പ്രത്യേകത. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ സെഷൻസ് വളരെ ഹെൽപ്ഫുൾ ആണ്. UPSC എക്സാം ആയിക്കോട്ടെ, ബാങ്കിങ് ആസ്പിറൻ്റ് ആണോ നിങ്ങൾ, ESIC SSC എക്സാംസ് എഴുതുന്നുണ്ടോ, അതോ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എക്സാം എഴുതുന്നുണ്ടോ, ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. സോ വെൽക്കം ടു അവർ സെഷൻ ഓഫ് 8th March 2022. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിൽ ഏതൊക്കെ ആർട്ടിക്കിളാണ് നമുക്ക് ആദ്യം നോക്കാം, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ പോകുന്നു നമ്മുടെ സിനണിംസിന് മുമ്പ് നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് ഒക്കെ നോക്കണം. എന്നിട്ട് നമ്മുടെ സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദ ഡേ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകും, ഹോംവർക്കിലോട്ട് പോകും. ഓക്കെ, സോ യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്, ഇന്ന് നമ്മൾക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് 17% ഡിസ്കൗണ്ട് കൂടാതെ വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ എല്ലാ മഹാപാക്കിനും ടെസ്റ്റ് പാക്കുകൾക്കും ഡബിൾ വാലിഡിറ്റി ഓഫറോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ യൂസ് ചെയ്യാം ഈ ഒരു അവസരം. 17% ഡിസ്കൗണ്ട് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡിസ്കൗണ്ടിനോട് കൂടി നിങ്ങൾക്ക് മഹാപാക്കുകൾക്കും ടെസ്റ്റ് സീരീസിനും മാത്രം. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് നിങ്ങളുണ്ട്, ESICയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, കേരള PSCയുടെ 10th പ്രിലിംസിന് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പഠിക്കുന്നവർ പ്രാക്ടീസ് ചെയ്തുമ്പോൾ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പോൾ അത് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. മഹാപാക്ക് എടുക്കുന്നവർക്കും ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ, Y314 എന്ന എൻ്റെ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 15% ഡിസ്കൗണ്ട് നോർമലി ഉണ്ട് നമ്മുടെ ഡെറ്റ് പ്ലാറ്റ്ഫോമിൽ. ബട്ട് നിങ്ങൾ നമ്മുടെ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലൂടെ കയറാം. വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓൾ എക്സാംസിൽ പോയിട്ട് സ്റ്റേറ്റ് എക്സാംസ്, അവിടെ കേരള എക്സാംസ് എടുക്കുക. എന്നാലും നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ കോഴ്സുകൾ മലയാളത്തിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഹിന്ദി കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ ആപ്പ് വഴി നേരിട്ടും കയറിയാൽ മതി. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ കോഴ്സുകൾ ഡിഗ്രി പ്രിലിംസിൻ്റെ കോഴ്സ് നമുക്ക് ഉണ്ട്. മാർച്ച് 1-ാം തീയതി ആരംഭിച്ചു. ആഴ്ചയിൽ 4 ക്ലാസ്സുകളേ ഉള്ളൂ. ലോങ് ബാച്ചാണ്, ലൈക്ക് 6 മാസത്തെ ബാച്ചാണ്. അപ്പം ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാലേ നമുക്ക് കറക്റ്റായിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ചാണ്. 6 മണി മുതൽ 7:30 വരെയും 8:30 മുതൽ 10 മണി വരെ, അതാണ് ടൈമിങ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, മടിച്ചിരിക്കേണ്ട. ലൈവ് ക്ലാസ്സുകളാണ് എല്ലാം Ada 24/7 പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ലൈവ് ക്ലാസ്സുകളുടെ ശേഷം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ റിവൈസ് ചെയ്യാനോ അല്ലെ പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളുടെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ തന്നെ റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ SSCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. CHSL CGL വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടോപ്പേഴ്സ് ബാച്ച്. അപ്പോൾ 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത്. ഡെയിലി ക്ലാസ്സുകളുണ്ട്, സൺഡേ മാത്രം ഓഫാണ്. 11 മണി മുതൽ 12:30 ഒരു സെഷൻ, 3 മുതൽ 4:30 ഒരു സെഷൻ, 9 മുതൽ 10:30 ഒരു സെഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ESICയുടെ ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. PSICയുടെ ബാച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്. ഈവനിങ് 7 o'clock ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ ജോയിൻ ചെയ്യുന്നവർ വരിക, വൈറ്റിൽ വന്ന് ജോയിൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം നമുക്ക് കേട്ടോ. ESIC പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വരിക, ജോയിൻ ചെയ്യുക ആൻഡ് പ്രാക്ടീസ് വിത്ത് ദിസ്. അതുപോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ 12-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും മടിച്ചിപ്പോൾ ജോയിൻ ചെയ്യണോ, എവിടെ ജോയിൻ ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരുക. നമ്മുടെ ഇതിപ്പോൾ 4ാമത്തെ ബാച്ച്, 2 VFA ബാച്ച്, 4ാമത്തെ ബാച്ചാണ് നമ്മുടെ VFA 10th പ്രിലിംസിൻ്റെ കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഇന്ന് നമ്മുടെ കോട്ട് ഇതാണ്: സക്സസ് ഡസ് നോട്ട് കം ടു യു, യു ഗോ ടു ഇറ്റ്. അല്ലേ, നമ്മൾ ഇവന് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈകെട്ടി ഇരുന്നിട്ട് വിജയ് എന്നെ തേടി വരട്ടെ, വേണമെങ്കിൽ വിജയ് എന്നെ തേടി വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. യു ഹാവ് ടു മെനക്കെടണം അല്ലേ. നിങ്ങൾ കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടി നടക്കില്ല. എന്ത് ചെയ്യണം? കൈ നനഞ്ഞാലേ മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മേക്ക് ഷുവർ യു ഗോ ഫോർ ഇറ്റ് കേട്ടോ.
നമ്മൾ തേടി പോകണം സക്സസിനെ, അല്ലാതെ ഒരിക്കലും സക്സസ് ഇങ്ങ് വന്നോട്ടെ, എനിക്ക് വേണ്ടതാണെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ആ ഒരു കോംപ്ലസൻസി എന്നുള്ള പരിപാടിയല്ലല്ലോ, അത് നടപ്പുള്ള കാര്യമല്ല. ഇപ്പോൾ വി ആർ ലിവിങ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. അപ്പോൾ ഇഫ് യു നീഡ് ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്, യു നീഡ് ടു ഗോ ഫോർ ഇറ്റ്, യു നീഡ് ടു ട്രൈ ആൻഡ് ഡു സംതിങ്. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും, എല്ലാ ആസ്പിറൻസിനും, നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ഓരോരോ നിങ്ങൾക്ക് അറിയാവുന്ന ഓരോരോ വിമൻ ഫിഗർ, ഓരോരോ നിങ്ങളറിയാവുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ മദേഴ്സ്, നിങ്ങളുടെ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഒരുപാട് വിമൻ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത, നമ്മൾ ഒരുപാട് മോഡൽ ചെയ്യാൻ ആഗ്രഹിക്കും, നമ്മുടെ റോൾ മോഡൽസ് ആയിട്ടുള്ള ഒരുപാട് വിമൻ ഉണ്ട് അല്ലേ. അത് മാത്രമല്ല നമ്മൾ ഒരുപാട് പേർക്ക് നമ്മുടെ ഇടയിൽ, ഇപ്പോൾ കേരളത്തിൽ പോലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, സ്വന്തമായിട്ട് അവരവരുടെ റൈറ്റ്സ് എന്നൊന്നും അറിയില്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എഡ്യൂക്കേഷൻ ലഭിക്കാത്ത കുട്ടികളുണ്ട്. എന്താണ് അവരുടെ റൈറ്റ്സ് എന്ന് അറിയാത്ത ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്, ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള, അവരെല്ലാം ഓർത്ത് അവനവനെ പറ്റി, നമ്മളെപ്പറ്റി ഒരു ദിവസം ഓർക്കാനുള്ള ഒരു ദിവസമാണ് ഈ പറയുന്ന വിമൻസ് ഡേ. സോ ഐ വിഷ് യു ഹോൾ ഹാർട്ടഡ്ലി, എൻ്റെ മനസ്സ് നിന്ന് സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യാണ് ഹാപ്പി വിമൻസ് ഡേ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ സക്സസ് നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ പോയി നേടിയെത്തണം കേട്ടോ, അത് മറക്കരുത്. അതെല്ലാ വിമന് വേണ്ടിയിട്ടുള്ളൊരു റിമെമ്പറൻസ് കൂടിയാണിത്. ഇറ്റ്സ് എ റിമൈൻഡർ ടു യു, ഇറ്റ്സ് നോട്ട് റിമെമ്പറൻസ്, ഐ മീൻ ഇറ്റ്സ് എ റിമൈൻഡർ ടു യു, ഓർമ്മപ്പെടുത്തലാണ്. ഓക്കെ, എപ്പോഴും ഈ ഓർമ്മപ്പെടുത്തലുകൾ വരാറില്ല. യു വിൽ നെവർ ഗെറ്റ് സെക്കൻഡ് ചാൻസസ് ഇൻ ലൈഫ്. അപ്പോൾ കിട്ടിയ ചാൻസ് ഉപയോഗിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ താമസിക്കേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് 2 ആർട്ടിക്കിളാണ് കേട്ടോ ഉള്ളത്. ഒന്ന്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ NSEയുടെ ഒരു ചെറിയൊരു പ്രോബ്, അതിനെപ്പറ്റി, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയാണ് ഡിസ്കഷൻ. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. അപ്പോൾ NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കാര്യങ്ങളെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പെഷോറിൽ ഒരു വോറിൻ്റെ ഒരു ചെറിയൊരു ചുറ്റിൽ എന്താണ് ഷിയ ഒരു മസ്ജിദിന് അറ്റാക്ക് വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നു. നിങ്ങൾക്കറിയാം, അഫ്ഗാൻ പാക് ബോർഡറിൽ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. അപ്പോൾ അഫ്ഗാൻ എപ്പോഴാണോ താലിബാൻകാർ ഏറ്റെടുത്തത്, അഫ്ഗാനിസ്ഥാൻ എപ്പോഴാണോ താലിബാൻകാർ ഏറ്റെടുത്തത്, അപ്പോൾ മുതലേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി കൂടി വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ടു ബി അവെയർ അബൌട്ട് ഇറ്റ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഗിവ് ഇറ്റ് എ റീഡ്. അല്ലാതെ നമ്മൾ മറ്റേ ആർട്ടിക്കിളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ആർ phrases, idioms and one word. നോക്കാം. ആദ്യത്തെ ചെക്സ് ആൻഡ് ബാലൻസസ്. ഇന്നത്തെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ വേർഡ്സ് കേൾക്കുമ്പോൾ കോമേഴ്സ് ഫീൽഡിലുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ ഇക്കണോമിക്സ് ഒക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച്, നിങ്ങൾ ആസ്പിറൻസിൽ ഇക്കണോമിക്സ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ കോമേഴ്സ് പഠിച്ച ഫീൽഡിൽ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ടാവും. സോ അപ്പോൾ എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഐഡിയ ഉള്ളതായിരിക്കും. സോ ലെറ്റ് സി ചെക്സ് ആൻഡ് ബാലൻസസ്. എന്താ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ആൻഡ് മ്യൂച്വൽ റിസ്ട്രെയിൻറ്റ്. കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ റിസ്ട്രെയിൻറ്റ് ഉണ്ട്. പരസ്പരം ഞാൻ അവിടെ കയറി ഇടപെടില്ല, അതിൽ ഞാൻ ഇച്ചിരി ബ്രേക്ക് എടുക്കണം, ഐ എം റെസ്ട്രിക്റ്റഡ് ടു ഗോ ബിഹൈൻഡ് മൈ ഫ്രീഡം എന്നുള്ള അർത്ഥത്തിൽ ഒരു മ്യൂച്വൽ റിസ്ട്രെയിൻറ്റ് ഉണ്ട് അമംഗ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. നമുക്കറിയാം ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് അല്ലേ, അങ്ങനെ ഓരോരുത്തർ. ഇപ്പം ജുഡീഷ്യൽ ഇൻ്റർവെൻഷനെ പറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യം അല്ലേ. അപ്പം ഗവർണൻസിൻ്റെ കാര്യത്തിൽ, എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ജുഡീഷ്യറി ഒരിക്കലും ഇടപെടില്ല അല്ലേ, ഇടപെടാൻ പാടില്ല. അൺലെസ് ആൻഡ് അൺടിൽ ദർ ഇസ് എ പ്രോബ്ലം, വലിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അവർ ഇടപെടും. അപ്പോൾ അതിനെയാണ് ചെക്സ് ആൻഡ് ബാലൻസ്. വേണ്ടടുത്ത് മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ കോമ്പറ്റീഷൻ വേണം താനും. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ അവിടെ മ്യൂച്വൽ റിസ്ട്രെയിൻറ്റും ഉണ്ട് എമംഗ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് എങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ചെക്സ് ആൻഡ് ബാലൻസസ് ഇസ് കേട്ടോ. അപ്പോൾ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉണ്ട്, ഇന്ന് ഡബിൾ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് കേട്ടോ അഞ്ചു. ഇന്ന് ഉള്ളത് മഹാപാക്കുകൾക്കും അതുപോലെ തന്നെ ടെസ്റ്റ് പാക്കുകൾക്ക്, ടെസ്റ്റ് സീരീസിനുമാണ് കേട്ടോ. എല്ലാ ഇതിനും ഡബിൾ വാലിഡിറ്റി ഓഫർ ഇല്ല, അത് ഓർത്ത് വെച്ചോണം. എല്ലാ കോഴ്സുകൾക്കും ഡബിൾ വാലിഡിറ്റി ഇല്ല. എല്ലാ കോഴ്സുകൾക്കും 17% ആസ് യൂഷ്വൽ ഉള്ള പോലെ ഉണ്ട്. പക്ഷേ നമ്മുടെ മഹാപാക്കിനും ടെസ്റ്റ് സീരീസുകൾക്കും ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. ഓക്കെ, ഗോട്ട് ഇറ്റ് ഐ ഗെസ്. മൂവിങ് ഓൺ. അടുത്ത ഫ്രേസ് പിടിച്ചോ, ക്രാക്ക് ഡൗൺ. നമ്മൾ പറയില്ലേ പോലീസ് ക്രാക്ക് ഡൗൺ ദ കേസ് എന്നൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ എന്താ? സ്റ്റാർട്ട് ഡീലിംഗ് വിത്ത് സംതിങ് ഓർ സംബഡി മോർ സ്ട്രിക്ട്ലി. പോരാ ഈ രീതി, സ്ട്രിക്ട്ലിയുടെ 6 വിട്ടു കേട്ടോ, മൈ ബാഡ്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് ആളെ ഡീൽ ചെയ്യണം. ഒരാളെ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുകയാണ് നമ്മൾ. അത് നമ്മൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവണം. നേരത്തെ പോരാ, നേരത്തെ ഭയങ്കര ഒരു പഴഞ്ച മട്ട അല്ലെങ്കിൽ തണുപ്പ് മട്ട എങ്കിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവണം, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അതിനോട് ഡീൽ ചെയ്യണം, വളരെ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് ക്രാക്ക് ഡൗൺ എന്ന് പറയാം. ഓക്കെ,
That is cracked down. All right. അടുത്തത് ഡീപ് പോക്കറ്റ്സ്. ഡീപ് പോക്കറ്റ്സ്. ഇപ്പോൾ ഡീപ് പോക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് നിറച്ചുള്ളവരെയാണ് ഡീപ് പോക്കറ്റ്സ് എന്ന് പറയാം അല്ലേ. ഡീപ് പോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ പൊസഷൻ ഓഫ് എ ലോട്ട് ഓഫ് വെൽത്ത്, ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ യു സേ ഹീസ് എ ഡീപ് പോക്കറ്റ്, അല്ലെങ്കിൽ ദേ ആർ ഡീപ് പോക്കറ്റ്സ്. അവരൊക്കെ ഭയങ്കര ഡീപ് പോക്കറ്റ്സുകാരാണ്, അവരൊക്കെ വെൽതിയാണ്. ഇറ്റ്സ് എ നിഡിമാറ്റിക് എക്സ്പ്രഷൻ കേട്ടോ. അതായത് കീശ നിറച്ച്, കീശ ഇങ്ങനെ തൂങ്ങുവാണ്, അത്ര ഡീപ്പാണ് എങ്കിൽ ഒരുപാട് പൈസയുണ്ട് എന്നർത്ഥം. ഓക്കെ, യെസ്. മഹാപാക്കിൻ്റെ റേറ്റ് അല്ലേ, മഹാപാക്കിന് 2 റേറ്റ് ഇപ്പോൾ പറയുന്നത്. 5 നമ്മുടെ പ്രീവിയസ് ഇതല്ലല്ലോ അല്ലേ, നമ്മുടെ നേരത്തെ ബാച്ചിലർ സ്റ്റുഡൻ്റ് അല്ലല്ലോ. ഓൾറെഡി നമ്മുടെ അഡയുടെ ഏതെങ്കിലും കോഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ മാത്രമേ കൊടുക്കാവുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് പൈസ പോരുത് കേട്ടോ, അത് മാത്രം ഓർത്തോളൂ. പിന്നെ മഹാപാക്കിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമ്മൾ 2 രീതിയിൽ മഹാപാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് 1 ഇയർ വാലിഡിറ്റിയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 ഇയർ വാലിഡിറ്റി ഉള്ളത് നിങ്ങളെടുത്ത് നിങ്ങൾക്ക് 2 ഇയർ വാലിഡിറ്റി കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 2 ഇയർ വാലിഡിറ്റിയുടെ തന്നെ കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മഹാപാക്ക് എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, മഹാപാക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മഹാപാക്കിന് 6299 രൂപ കേട്ടോ. 6299 രൂപയാണ് നിങ്ങൾക്ക് മഹാപാക്കിൻ്റെ റേറ്റ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ കോഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ അഞ്ജു. കോഡ് അത് ഇപ്പോൾ ഈ മഹാപാക്കിൻ്റെ പ്രത്യേകത അറിയാലോ അഞ്ജുവിന്, എല്ലാ കോഴ്സും കിട്ടും. അപ്പോൾ ഈ പറയുന്ന 2 കോഴ്സ് എടുക്കുന്നതിൻ്റെ പൈസ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ മഹാപാക്കിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ വീണ്ടും 17% ഡിസ്കൗണ്ട് കൂടെ കിട്ടും, അത് മറക്കണ്ട. നമ്മുടെ കോഡ് എടുത്ത് വെച്ച് Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അടുത്തത് ടോപ്പ് ബ്രാസ്. ടോപ്പ് ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോസ്റ്റ് പ്രോമിനൻറ്റ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. നമ്മളിപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു എന്താ പറയുക, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വ്യക്തികളുണ്ടാവില്ല, ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈ സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ടോപ്പ് ബ്രാസ് എന്ന് വിളിക്കുക. ഓർത്തോണേ, ഈ ഡീപ് പോക്കറ്റ്സ്, ടോപ്പ് ബ്രാസ് ഒക്കെ പൈസ റിലേറ്റഡ് കാര്യങ്ങളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അപ്പോൾ അത് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഇന്ന് അതിനെപ്പറ്റി ആ ഡിസ്കഷൻ മൊത്തം വരാൻ പോകുന്നത്. സോ ടോപ്പ് ബ്രാസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോമിനൻറ്റ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇങ്ങനെ ചോദ്യം വരുവേ, ടോപ്പ് ബ്രാസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളോർക്കും ഏറ്റവും മുന്തിയ ഇനം ബ്രാസ് ആണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ പല കോപ്പറാണ് അല്ലെങ്കിൽ മെറ്റലാണ്, അങ്ങനെയൊക്കെ പല രീതിയിൽ അവർ നമ്മളെ കൊടുക്കാനിടും. പുറത്ത് ടോപ്പ് ബ്രാസ് പറഞ്ഞാൽ അതിനുമായിട്ട് ഒരു റിലേഷൻ ഇല്ല. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ടോപ്പ് ബ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഡീപ് പോക്കറ്റ്സ് അല്ല, ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലെ കുറച്ച് വ്യക്തികൾക്ക് നമ്മൾ പറയുന്നവരാണ്. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, അവർ ഭയങ്കര പവർഫുൾ ആണ്. ദ പ്രോമിനൻ്റ് ആസ് വെൽ ആസ് ദ പവർഫുൾ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓൾ റൈറ്റ്, ക്ലിയർ? ഓക്കെ, അടുത്ത് നോക്കിയേ, സെറ്റ് ഓഫ്. ഓക്കെ, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിൻ എ ജേർണി എന്നൊരർത്ഥം ഉണ്ടല്ലേ. സ്റ്റാർട്ട് എ ജേർണി ഓർ ബിഗിൻ എ ജേർണി എന്നുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 അർത്ഥമെങ്കിലും ഒരു ഫ്രേസൽ വേർബിനുണ്ടെന്ന് പറയും. അപ്പോൾ ഈ സെറ്റ് ഓഫിന് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് ബിക്കം ഇഗ്നൈറ്റഡ്, എരുതിയിൽ എണ്ണ ഒഴിക്കുക അല്ലേ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇൻറ്റൻസിഫൈ ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിഫൈ ചെയ്യണം, ഒരു വളരെ ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താണ് കൂടാൻ കാരണം, എന്തെങ്കിലും ഒരു കാര്യം കൂടാൻ കാരണമാകുകയാണ്. അതാണ് സെറ്റ് ഓഫ് എന്ന വാക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് അതിൻ്റെ എന്തെങ്കിലും അളവോ എന്തെങ്കിലും രീതിയിൽ കൂട്ടുവാണ്, അതിനെ കുറച്ചൊരു ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുവാണ് എങ്കിൽ ദാറ്റ് ഈസ് സെറ്റ് ഓഫ്. ഓക്കെ, ഇറ്റ് സെറ്റ്സ് ഓഫ് ഫോർ എ വോർ എന്നൊക്കെ പറയും. സെറ്റ്സ് ഓഫ് എ വോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയൊരു കോൺഫ്ലിക്ട്. ദിസ് കോൺഫ്ലിക്ട് സെറ്റ്സ് ഓഫ് എ വോർ. ഒരു ഇതിന് കാരണം, ഒരു വോറിന് കാരണമായി എന്നൊക്കെ പറയാം. അത് തന്നെ ഇന്ന് കാണാൻ പോകുന്ന അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, അത് പാക് ബോർഡറിലുള്ള. അടുത്താണ് ആനർക്കി. നിങ്ങൾക്കറിയാം ആനർക്കി അല്ലെങ്കിൽ നമ്മൾ ആർക്കി എന്ന വാക്കിൻ്റെ അർത്ഥം, ആർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം റൂളാണ്. അപ്പോൾ ആനർക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആനർക്കി അരാജകത്വം, ആനർക്കി സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ ഓർ ഡ്യൂ ടു ലാക്ക് ഓഫ് ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു 1 വേർഡ് ആയിട്ട് ആണ് ഉപയോഗിക്കാറ്. അതല്ലാതെ നമ്മൾ ഒറ്റയെടുത്ത് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇല്ലാത്തൊരവസ്ഥയാണ്. ലാക്ക് ഓഫ് ലോ ഓർ ഗവൺമെൻറ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും നിയമവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു അരാജകത്വ, ഒരു ഡിസോർഡറാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കയോസ്. ഒന്നുമില്ല ഇവിടെ, മൊത്തത്തിലൊരു ഡിസോർഡർലി ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ദാറ്റ് ഈസ് അനാർക്കി. ഓക്കെ, സോ അനാർക്കി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ ഡ്യൂ ടു ലാക്ക് ഓഫ് ലോ ഓർ ഗവൺമെന്റ്. ഇതിനെ ഒറ്റയടിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ലോലെസ്നെസ് എന്ന് പറയും. ലോലെസ്നെസ്, നിയമം ഇല്ലായ്മ, ലോലെസ്നെസ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. സോ ചെക്സ് ആൻഡ് ബാലൻസ് മറക്കണ്ട. ക്രാക്ക് ഡൗൺ, ഡീപ് പോക്കറ്റ്സ്, ടോപ്പ് ബ്രാസ്, സെറ്റ് ഓഫ്, anarchy. Let's move to synonyms of the day. ഇന്നത്തെ സിനോണിംസിലോട്ട് പോകാം. അപ്പോൾ
ആദ്യത്തെ സിനോണിം സിസ്റ്റമിക്. നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഈ പറയുന്ന ESIC പോലെയുള്ള എക്സാംസിന് അല്ലെങ്കിൽ SSC ആയിക്കോട്ടെ, ഏത് എക്സാമിനും എന്താ പറയുക, കൺഫ്യൂസിങ് വേർഡ്സിൻ്റെ ഒരു കളി വരാറുണ്ട്. അങ്ങനെ വരുന്ന എപ്പോഴും വരാറുള്ള പരമാവധി തവണയും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് സിസ്റ്റമിക്, സിസ്റ്റമാറ്റിക്. രണ്ടും ഇവിടെ ഇട്ടിട്ടുണ്ട്, രണ്ടും ഉണ്ട് ഇന്ന് ആർട്ടിക്കിൾ കേട്ടോ. ഞാൻ നിങ്ങളുടെ ഇതിന് ഇത് പറഞ്ഞു തരാമെന്ന് ഓർത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മറ്റേ ആർട്ടിക്കിൾ, അഫ്ഗാൻ പാക്കിൻ്റെ ആർട്ടിക്കിളിൽ സിസ്റ്റമാറ്റിക് എന്നുള്ള വാക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഓ ഗ്രേറ്റ്, ഇത് രണ്ടുകൂടെ അങ്ങ് ഒരുമിച്ച് എഴുതിയേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സിസ്റ്റമിക്കും സിസ്റ്റമാറ്റിക്കും തമ്മിൽ ഡിഫറൻസ് നല്ല രീതിയിൽ ഉണ്ട്. മാറിപ്പോരുത് കേട്ടോ. സിസ്റ്റമാറ്റിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഈ സിസ്റ്റമാറ്റിക്കിൻ്റെ അതേ മീനിങ് ആയിരിക്കും സിസ്റ്റമിക്കിനും വരിക, പക്ഷെ അതല്ല സിസ്റ്റമിക്കിൻ്റെ മീനിങ്. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ അഫക്റ്റിംഗ് ദ ഹോൾ സിസ്റ്റം, ഒരു സിസ്റ്റത്തെ മുഴുവനായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സിസ്റ്റമിക്. ഇറ്റ് അഫക്ട്സ് ആൻഡ് എൻറ്റയർ സിസ്റ്റം, ദി എൻറ്റയർ സിസ്റ്റം, മുഴുവൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതിന് റിലേറ്റഡ് ആയ ഒരു കാര്യമാണെങ്കിൽ അതിനെ സിസ്റ്റമിക് എന്ന് നിങ്ങൾ വിളിക്കും. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ പറയില്ലേ, സിസ്റ്റമിക് പ്രൊസീജിയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. സിസ്റ്റമിക് കോമേഴ്സിൽ സിസ്റ്റമിക് റിസ്ക് കേട്ടിട്ടില്ലേ? സിസ്റ്റമിക് റിസ്ക് അതായത് ഒരു ഇതിൽ ഭാഗത്തെ മാത്രമല്ല, ഒരു സെക്ടർ മാത്രമല്ല, എല്ലാ സെക്ടേഴ്സിലും സിസ്റ്റത്തെ മൊത്തത്തെ അഫക്റ്റ് ചെയ്യുന്ന റിസ്കുകളെ നമ്മൾ പറയും സിസ്റ്റമിക് റിസ്ക് എന്ന്. നിങ്ങൾക്ക് അറിയാമത് അല്ലെ? ഫിനാൻസ് പഠിക്കുന്ന അല്ലെ ഫിനാൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതായിരിക്കും സിസ്റ്റമിക് റിസ്ക്. ഇത് ഇന്ന് സിസ്റ്റമിക് റിസ്ക് തന്നെ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് സിസ്റ്റമിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തെ മാത്രമല്ല, മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാണ് എല്ലാ ആ സിസ്റ്റത്തിനെ മൊത്തത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ സിസ്റ്റമിക് റിസ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തിലൊക്കെ അഫക്റ്റ് ചെയ്യും? അത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിനെ മാത്രമാണോ, അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിനെ മാത്രമാണോ? അല്ല, എല്ലാ സെക്ടേഴ്സിനും. അതിപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടർ ആയിക്കോട്ടെ, സോഷ്യൽ സെക്ടർ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത്, എവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ എവിടെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഹോൾ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് സിസ്റ്റമിക്. എന്നാൽ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വൺ വേർഡാണ് ശരിക്കും, ഞാൻ അവിടെ കൊണ്ടുപോയിടേണ്ടതാണ്, പക്ഷെ ഇവിടെ ഇട്ടത് ഈ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ. സിസ്റ്റമാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. യു ഹാവ് ടു ഹാവ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇൻ ലേണിംഗ് ഫോർ കോമ്പറ്റീറ്റീവ് എക്സാംസ്. You have to have, or you must have a systematic approach in preparing for competitive exams. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിനക്കൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വേണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ഹാവ് ടു ബി സ്ട്രക്ചേർഡ്. ഒരു സ്ട്രക്ചറിൽ പോകണം, അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ഒന്നുമല്ല, അല്ലേ? അവിടുന്ന് ഇവിടുന്ന് ഒന്നുമല്ല. എങ്ങനെ പോകണം? വളരെ സ്ട്രക്ചറായിട്ട്, റെഗുലറായിട്ട്, മെത്തഡിക്കലായിട്ട് പോകണം. ലൈക്ക് യു ഹാവ് ടു ഫോളോ മെത്തേഡ്. ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. യു ഹാവ് ടു ബി മെത്തഡിക്കൽ. അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, വളരെ നീറ്റ് ആയിരിക്കണം, ഓർഡർലി ആയിരിക്കണം, അല്ലേ? ഓർഡർലി അഡ്ജക്റ്റീവാണ് ഓർഡർലി. ഓർഡർ ഈസ് എന്താണ് ഈ പറയില്ലേ, കൃത്യമായിട്ടൊരു ഓർഡർ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓർഡറിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ ഓർഡർലി, നൗണിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ അഡ്ജക്റ്റീവ് കിട്ടി, ഓർഡർലി അഡ്ജക്റ്റീവ്. സിസ്റ്റമാറ്റിക്, ഓർഡർലി, സ്ട്രക്ചേർഡ്, മെത്തഡിക്കൽ, ഓർഗനൈസ്ഡ് എന്നർത്ഥം. സിസ്റ്റമിക്കും സിസ്റ്റമാറ്റിക്കും മാറിപ്പോരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എവൻസ്. എവൻസ്, ആഹാ നല്ല പേര് അല്ലേ? എവൻസ്, ഇവാൻസ് അല്ലേ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വേർഡ് ലൈക്ക് ദാറ്റ്. ആ വേർഡല്ല ഇത്. നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു വേർഡാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് വളരെ ഫോർമലായ ഒരു വേർഡാണ്. ഫോർമലായ വേർഡ്, ഇൻഫോർമൽ അല്ല. വളരെ ചുമ്മാ തമാശയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വേർഡല്ല. ബിസിനസ് ഇംഗ്ലീഷിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഫോർമൽ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ബിസിനസ് ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷും ഡിഫറൻസ് ഉണ്ട്, അറിയാലോ. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച് വാട്ട് ഈസ് ബിസിനസ് ഇംഗ്ലീഷ് ആൻഡ് വാട്ട് ഈസ് ഫോർമൽ ഇംഗ്ലീഷ്, ഇൻഫോർമൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കാഷ്വൽ ഇംഗ്ലീഷ് എന്നുള്ള ഡിഫറൻസ് അറിയായിരിക്കും. കാര്യം നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നിടത്ത് നിൽക്കുമ്പോൾ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ടു യൂസ് എന്താണ് നമ്മുടെ ബിസിനസ് ഇംഗ്ലീഷാണ്. പക്ഷേ IT സെക്ടേഴ്സ് ഉള്ളവർ കുറച്ചുകൂടി കാഷ്വൽ ആണ്, അവിടെ കുറച്ചുകൂടി ഇൻഫോർമൽ ഇംഗ്ലീഷാണ് ഉപയോഗിക്കുക. ബട്ട് മറ്റ് ഓഫീസ് ബെയറേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമൽ ഇംഗ്ലീഷാണ്. അതിൽ പെടുന്നൊരു വാക്കാണ് എവൻസ്. ഞാൻ നിങ്ങളോട് ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒബ്റ്റെയിൻ. ഒബ്റ്റെയിൻ ഈസ് എ ഫോർമൽ വേർഡ്. അതിൻ്റെ മീനിങ് എന്താണ്? ഗെറ്റ്, കിട്ടുക. ഗെറ്റ് എന്ന് പറയുന്നത് ഇൻഫോർമൽ ആണ്. ബട്ട് വി സേ ഒബ്റ്റെയിൻ. ഐ ഒബ്റ്റെയിൻ യുവർ ഓർഡർ ഓർ ഐ ഒബ്റ്റെയിൻ യുവർ ലെറ്റർ. എൻ്റെ ലെറ്റർ കിട്ടി. ഐ നീഡ് യു. ഐ നീഡ് യുവർ പ്രസൻസ് ഹിയർ. എനിക്കിതിൻ്റെ പ്രസൻസ് ഇവിടെയുണ്ട്, ആവശ്യമുണ്ട്. പക്ഷേ ഒരു ഓഫീസിൽ പറയുകയാണെങ്കിൽ ഐ റിക്വയർ ഇറ്റ്. ഐ റിക്വയർ ദ ഡോക്യുമെന്റ്സ് റൈറ്റ് നൗ. റിക്വയർ, നീഡ്. വ്യത്യാസം മനസ്സിലായോ? അതുപോലെ ഒബ്റ്റെയിൻ, ഗെറ്റ്, അതുപോലെ വാക്കാണ് എവിൻസ്. എവിൻസ് മീൻസ് റിവീൽ, തുറന്ന് കാണിക്കുക, ഷോ, ഇൻഡിക്കേറ്റ്, മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ എന്നൊക്കെയാണ് എവിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ എവിൻസ് എന്ന വാക്ക് നമുക്ക് അറിയാവുന്ന വാക്ക് തന്നെയാണ്, പക്ഷേ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത വാക്കാണ്. ഫോർമൽ വേർഡാണ്, അല്ലെങ്കിൽ ബിസിനസ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് എവിൻസ്. റിവീൽ, ഷോ, ഇൻഡിക്കേറ്റ്, മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ. ഓക്കെ, അടുത്ത വാക്കാണ് ലെയ്ഡ് ബാക്ക്. ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി അറിയാം, ലേ ബാക്ക് റിലാക്സ് ചെയ്ത് അങ്ങ് ഇരിക്കുകയാണ് അല്ലേ? അതാണ്.
അപ്പോൾ ലേ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം കിടക്കുക, റിലാക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ അർത്ഥമാണ് ലേ ബാക്കിന്. അപ്പം ലെയ്ഡ് ബാക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു അഡ്ജക്റ്റീവ് യൂസേജ് ആണ്, അഡ്ജക്റ്റീവ് യൂസേജ് കേട്ടോ. ലെയ്ഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലാക്സ്ഡ്, ലെയ്ഡ് ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ, ലെയ്ഡ് ബാക്ക് പ്രോബ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു അയഞ്ഞ മട്ടിൽ വളരെ ഈസി ഗോയിങ് ആയിട്ടൊരു പ്രോബ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ആണെങ്കിൽ യൂസ് എ ലെയ്ഡ് ബാക്ക്. സോ ദാറ്റ് ഈസ് റിലാക്സ്ഡ് അല്ലെങ്കിൽ ഈസി ഗോയിങ്. നോൺ ചാലന്റ്, നോൺ ചാലന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഈസി ഗോയിങ് ആയിട്ടുള്ള ആണെങ്കിൽ യു കോൾ ഇറ്റ് നോൺ ചാലന്റ്. അത് തന്നെയാണ് ലെയ്ഡ് ബാക്ക് എന്ന അഡ്ജക്റ്റീവിന്റെ മീനിങ്ങും. അടുത്താണ് ജാറിങ്. ജാറിങ് എന്ന മീനിങ് എന്താണ്? ഇറ്റ്സ് ഷോക്കിംഗ്, ഇറിറ്റേറ്റിംഗ്. നെഗറ്റീവ് രീതിയിലും പോസിറ്റീവ് രീതിയിലും ഉപയോഗിക്കാം കേട്ടോ. ഷോക്കിങ്ങിനെ പോസിറ്റീവ് വേയിലും പറയാം, നെഗറ്റീവിലും ഉപയോഗിക്കാം ഷോക്കിംഗ്. അതുപോലെ തന്നെയാണ് ജാറിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും പറയാം. സർപ്രൈസിങ്, ഓ ഇതൊരു സർപ്രൈസ് ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഷോക്കിംഗ്, അസ്റ്റോണിഷിങ് അല്ലേ എന്നൊക്കെ പറയില്ലേ, അത്. ഇറിറ്റേറ്റിംഗ്, കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിപ്പോയി, ദാറ്റ് ഇസ് ജാറിങ്. ഓക്കെ, മറന്നു പോരുത്, ഇമ്പോർട്ടൻറ്റ്. ഓൾ റൈറ്റ്, യെസ്. Yeah, Myanmar is an example. Anarchy, yes, Myanmar. All right. Corruption is obviously a systemic one, but a systematic approach of anti-corruption system will mitigate the extent. Yes, it would. Russian invasion is a systematic war, but its after effects leads. After effect leads oh, Hari, after effects ആണ്. Effects plural അല്ലേ, അപ്പോൾ leads വരില്ല. lead systemic അല്ല, lead to systemic എന്ത് സിസ്റ്റമിക് സംഭവം. സിസ്റ്റമിക് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാ, നൗണാ വേണ്ടേ. ലീഡ്സ് ടു സിസ്റ്റമിക് വയലൻസ്, സിസ്റ്റമിക് പ്രോബ്ലംസ്, സിസ്റ്റമിക് ഇഷ്യൂസ് ഇൻ വേൾഡ് വൈഡ് അല്ല, വേൾഡ് വൈഡ്, അവിടെ ഇന്ന് വേണ്ട. വേൾഡ് വൈഡ് ഒരു അഡ്വേർബൽ എക്സ്പ്രഷനാണ്. ഓക്കെ, സിസ്റ്റമിക് അഡ്ജക്റ്റീവാ. അപ്പം എങ്ങനെ പറയണം? സിസ്റ്റമിക് പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് വേൾഡ് വൈഡ് അതുകൂടെ തന്നെ ഇടുക. മനസ്സിലായോ? സിസ്റ്റമിക് പ്രോബ്ലംസ് വേൾഡ് വൈഡ്. ഓക്കെ, ക്ലിയർ ഐ ഗസ്. അപ്പം ലീഡ്സ് അല്ല, ലീഡ്. അടുത്ത് ബഡ്ജറ്റ് ഈസ് എ സിസ്റ്റമിക് അലൊക്കേഷൻ ഓഫ് ഫണ്ട്സ്. സിസ്റ്റമിക് അലൊക്കേഷൻ ഓഫ് ഫണ്ട്സ്. സിസ്റ്റമിക് നെഗറ്റീവ് ആണ് മിസ് ചെയ്യുന്നത്. സിസ്റ്റമിക് നെഗറ്റീവ് അല്ല. സിസ്റ്റമിക് നെഗറ്റീവ് ആണെന്നില്ല, മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സിസ്റ്റത്തെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെ റിലേറ്റിംഗ് ടു എ സിസ്റ്റം എന്നാണ് സിസ്റ്റമിക് നടത്തുന്നത്. അത് പോസിറ്റീവ് ആകും, നെഗറ്റീവ് ആകും. ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പം ഒരു പ്രശ്നമുണ്ടേ, ബഡ്ജറ്റ് ഈസ് സിസ്റ്റമിക് അലൊക്കേഷൻ ഓഫ് ഫണ്ട്സ്. മൊത്തം അലൊക്കേഷൻ. ഓക്കെ, കറക്റ്റ്. PSC റിസൾട്ട് എവിൻസ് അല്ല, എവിൻസസ് അല്ലെങ്കിൽ എവിൻസ്ഡ്. PSC റിസൾട്ട് എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പൊ സിംഗുലറിനോട് സിംഗുലർ വേർബ്, സിംഗുലർ സബ്ജക്റ്റിനോട് സിംഗുലർ വേർബ് കേട്ടോ ജിഷ്ണു. The PSC result evinces the half of the students. Evinced that. അപ്പോൾ evinced that half of the students passed the exam. Are passed അല്ല, passed the exam. അവിടെ പാസീവ് അല്ല വേണ്ട കേട്ടോ. Net failure is systemic the banking operation today. അല്ല, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റ് അല്ല. ഈസ് കഴിഞ്ഞിട്ട് അവിടെ വേർബാ വേണ്ടത്. ഈസ് അഫക്റ്റിംഗ് ദി ബാങ്ക് ഓപ്പറേഷൻ ടുഡേ, അതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കൊടുക്കുക, ഈസ് അഫക്റ്റിംഗ് ദ ബാങ്കിങ് ഓപ്പറേഷൻ. അവിടെയും ബാങ്കിങ് ഓപ്പറേഷന് പ്രശ്നമുണ്ട്, കംപ്ലീറ്റ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബാങ്ക് മാത്രമാകുമ്പോൾ ഒരു സിസ്റ്റം മാറിപ്പോയില്ലേ, അപ്പോൾ അത് പ്രോബ്ലം, സിസ്റ്റമിക് പ്രശ്നമല്ല. ഇങ്ങനെ കൊടുക്കാം, നെറ്റ് ഫെയിലിയർ ഈസ് അഫക്റ്റിംഗ് സിസ്റ്റമിക് ഓപ്പറേഷൻ ഓഫ് ദ ബാങ്കിങ് ടുഡേ. അങ്ങനെ കൊടുക്കാം, നെറ്റ് ഫെയിലിയർ ഈസ് അഫക്റ്റിംഗ് ദി സിസ്റ്റമിക് ഓപ്പറേഷൻ ഓഫ് ദ ബാങ്കിങ് ടുഡേ. ഓക്കെ, yes, sum up in conclusion. Yes. Systematic programs will be conducted by authorities as a part of Women's Day. Yes. COVID-19 pandemic situation had a systemic risk globally, but systematic impunity has provided by healthcare professionals. COVID-19 have has. COVID-19 എന്താ? ഒറ്റ ഡിസീസ് അല്ലേ, ഒറ്റ പാൻഡമിക് അല്ലേ. സോ COVID-19 has systemic effects in the economic development of a country. സിസ്റ്റമിക് എഫക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ തന്നെ സിസ്റ്റം മൊത്തത്തിൽ അഫക്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഫോളോയിങ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഹി ക്രാക്ട് ദി എക്സാം. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. ദ ഫോറിൻ മിനിസ്റ്റർ എവിൻസ് ദി ഒപ്പീനിയൻ ഓഫ് ഫോറിൻ മിനിസ്ട്രി ടുവേർഡ്സ് ദി Russia-Ukraine issue. All right. Invasion of Russia was not a laid-back process as they think. Yes. Even though tester company was going laid-back and not at all systematic, the results evinced was daring. All right. Displayed. അവിടെ ഗോയിങ് ലേഡ് ബാക്ക് എന്ന് പറയില്ല. ഗോയിങ് കഴിഞ്ഞിട്ട് എന്ത് വേണം? ഗോയിങ് എന്ന് വേർബ് കഴിഞ്ഞിട്ട് ഗോയിങ് വാട്ട്? ഗോയിങ് റിലാക്സ്ഡ്.
അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കൊടുത്ത അപ്പോൾ ഗോയിങ്ങിൻ്റെ ആവശ്യമില്ല. ഈവൻ ദോ ടെക്സ്റ്റൈൽ കമ്പനി വാസ് laid back, was relaxed or easy going and not at all systematic. അങ്ങനെ കൊടുക്കുക. PSC jarring the students to introduce the new pattern of questions. Yes. PSC jarring ഒരു പ്രശ്നമുണ്ട് അവിടെ. ജാറിങ് ആസ് എ വേർബ് ആണോ? വേർബായിട്ട് ജാറിങ് ഉപയോഗിക്കില്ല. ജാർ എന്നൊരു വേർബ് ഇല്ല. ഓക്കെ, ഇതൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവായിട്ടല്ല ഇപ്പം 5 ഉപയോഗിച്ചിരിക്കുന്നത്. 5 ഒരു വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വേർബായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. Cracking the upcoming competitive exams, I had to laid back with. laid back, to laid back എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റീവ് അല്ലേ. അപ്പം to laid back അല്ലല്ലോ വരുന്നത്. to lay back എനിക്ക് റിലാക്സ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് അത് ഫ്രേസൽ വേർബാ നീ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ lay back, LAYBAC, lay back. ആൻഡ് ഇവിടെ അതിൽ കൃത്യമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. lay back, to lay back കേട്ടോ. The report evinces the current situation of the company. report evinces. റിപ്പോർട്ട് ഒന്നല്ലേ ഉള്ളൂ ഫെബ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണം. The US systematic approach towards Indo-Pacific is helpful to overcome Chinese growing assertiveness in the region. കേട്ടോ, അതിലൊരു ചെറിയ വ്യത്യാസം കൂടെ പറഞ്ഞു തരട്ടെ. US systematic approach towards Indo-Pacific is helpful to overcome growing Chinese assertiveness. കേട്ടോ, അല്ലാതെ Chinese growing assertiveness അല്ല, growing വളരുന്ന ചൈനയുടെ അസേർട്ടീവ്നെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻ ദ റീജിയൻ. മിസ്റ്റർ പുടിൻസ് ക്യാരക്ടർ എവിൻസസ് ദാറ്റ് ഹി നീഡ്സ് ഓൺലി ലാൻഡ് ആൻഡ് നോട്ട് ദ ലൈഫ്സ് ഓഫ് ഉക്രൈനിയൻസ്. ഓക്കെ, ദ വാർ ഇസ് സിസ്റ്റമാറ്റിക് പെയിൻ വിച്ച് evinces a worldwide inflation. ഷബ്ന, കാരണം വിച്ച് കഴിഞ്ഞിട്ട് തൊട്ട് മുമ്പിലുള്ളത് ഏതാ? സിംഗുലർ വേർബ് അല്ലേ, സിംഗുലർ നൗൺ അല്ല. അപ്പോൾ സിംഗുലർ വേർബ് കൊടുക്കുക. Into ma'am's class are appanisia for all competitive exams. Oh, thank you. That's great. In actress attack case, the victim evinced herself that she is not a victim but survivor. കേട്ടോ, അങ്ങനെ പറയാം. She revealed അല്ലേ. അപ്പോൾ എന്താ പറയുക? In actor attack case the victim evinced. കാര്യം വിക്ടിം എന്ന് പറഞ്ഞാൽ സിംഗുലറാ. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണം. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. പാസ്റ്റ് ടെൻസിൽ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ബിക്കോസ് ഷീ ഓൾറെഡി റിവീൽഡ് അല്ലേ. അപ്പോൾ കൊടുക്കാം. Then he evinced the truth behind the mystery. All right. She laid back after the hectic schedule. Okay. CV HCA റിസൾട്ട് നമുക്ക് നോർമലി പ്രതീക്ഷിക്കുന്ന ഒരു 1 മന്തിനുള്ളിലാണ്. അപ്പോൾ എന്തായാലും within 1 month we'll expect that. Okay, his laid back speech even in a difficult situation is jarring one for me. Great. My systematic evince results. Systematic evince result illa. Systematic results. Systematic what? Systematic approach. My systematic studies evince results in jarring എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് കഴിഞ്ഞിട്ട് എവിൻസ് വന്നേക്കുന്നത് തെറ്റാ. മൈ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്. അവിടുത്തെ നൗൺ എവിടെ? അവിടുത്തെ സബ്ജക്റ്റ് എവിടെ? കേട്ടോ പാർവതി, അതാണ് പ്രശ്നം. While taking classes take place between Ukraine. While talking takes place between Ukraine and Russia. While talking takes place between Ukraine and Russia, Putin's attacks on civilians are jarring. All right. Okay. Russia-Ukraine war was a jarring incident. Okay. ദത്തു, ഒരു പ്രശ്നമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലേറ്റ് ആയി പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ 9 AM വെച്ചത്. 9 AM വെക്കാനുള്ള കാരണം തന്നെ ഇതാണ്. 8 o'clock ഒക്കെ ബിസി ടൈം അല്ലേ. അപ്പോൾ നിങ്ങൾ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് കാണാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ 9 AM ടൈമിങ്ങിലോട്ട് വെച്ചത്. അപ്പോൾ ഞാൻ ഇനി അത് മാറ്റിയാൽ മറ്റ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോഴേക്കും 10:30 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഓഫീസിലൊക്കെ കയറില്ലേ. അപ്പോൾ 10-നുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. അതുകൊണ്ടാണ് കേട്ടോ, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം, 9:20 ആകുമ്പോൾ വന്ന് ബാക്കിയുള്ളത് കാണുക. എന്നിട്ട് അത് എന്ത് ചെയ്യാം, മറ്റ് കാര്യം റെക്കോർഡഡ് ആയിട്ട് കാണും. ഓക്കെ, ഡെത്ത് ഓഫ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഷെയ്ൻ വോൺ വാസ് എ ജാറിംഗ് ന്യൂസ്. യെസ്, ഇറ്റ് വാസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ, സെറ്റ്സ് പിടിച്ചോ. സറിയൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. സറിയൽ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? റിയലിസം കേട്ടിട്ടുണ്ടോ? റിയൽ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? അതുപോലെ സറിയൽ എന്നൊരു വാക്കുണ്ട്. സറിയൽ എന്ന് പറഞ്ഞാൽ ഒട്ടും റിയൽ അല്ലാത്തത്, അൺറിയൽ ആയിട്ടുള്ള കാര്യം, ബിസാർ ആയിട്ടുള്ളത്, അൺയൂഷ്വൽ ആണ്. ഇറ്റ്സ് നോട്ട് കോമൺ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് സ്ട്രേഞ്ച് എങ്കിൽ യു കോൾ ഇറ്റ് സറിയൽ. അൺറിയൽ, ബിസാർ,
അൺയൂഷ്വൽ, വിയേർഡ് അല്ലെങ്കിൽ സ്ട്രേഞ്ച് എന്ന് പറയും. സർറിയൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, റിയൽ അല്ലാത്തത്, കുറച്ച് വിയേർഡ് ആയിട്ടുള്ളത്, ഇങ്ങനെയൊന്നും നടക്കാറില്ല ഇവിടെ. സ്ട്രേഞ്ച് ആണിത്, ഇതിങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല എന്ന് കേട്ടില്ലേ. ദാറ്റ് ഈസ്. അടുത്തത് സ്ലൂത്ത്. സ്ലൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ വാക്കിൻ്റെ അർത്ഥം വളരെ ഇൻഫോർമൽ ആയ ഒരു വേർഡാണ് കേട്ടോ. ഇൻഫോർമൽ അല്ല, ഇത് ഇൻഫോർമൽ അല്ല. എന്താണ് ഇൻഫോർമൽ വേർഡ്സ് ഇതിന് ഒരുപാടുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചത്. സ്നൂപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം സ്ലൂത്ത് എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ പ്രൈവറ്റ് PI അങ്ങനെയൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ സ്ലൂത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നൊരു വേർബും ഉണ്ട്, സ്ലൂത്ത്. ഓർത്ത് വെച്ചാൽ മതി. സ്ലൂത്ത്, ഡിറ്റക്റ്റീവ്, ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെയാണ്. ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെയാണ് സ്ലൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. വേർബായിട്ട് പറയുമ്പോൾ സ്ലൂത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നും അർത്ഥമുണ്ട്. ഓർത്തോണേ. അടുത്ത വാക്ക് ഇസ് ഒസ്റ്റെൻസിബിളി. ഒസ്റ്റെൻസിബിളി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. ഒസ്റ്റെൻസിബിൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. ഒസ്റ്റെൻസിബിളി എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവൈറ്റ് കൊടുത്താൽ അഡ്വേർബ് കിട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒസ്റ്റെൻസിബിളി എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ്ലി ഓർ സീമിംഗ്ലി, അലജഡ്ലി അല്ലേ. പിന്നെ നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട്. പെർപെറ്റഡ്ലി, സപ്പോസിഡ്ലി, ഇങ്ങനെയാണ് വെപ്പ് അല്ലേ. എങ്ങനെയാണ് വെപ്പ്, അതായത് പ്രൂഫൊന്നുമില്ല. ദാറ്റ് ഈസ് ഒസ്റ്റെൻസിബിളി. പ്രൂഫൊന്നുമില്ല, പറയപ്പെടുന്നു, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പാരൻ്റ്ലി ഇങ്ങനെയാണ്, ഔട്ട്വേർഡ്ലി അല്ലേ. പുറമെ ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്, നമുക്ക് അറിയാവുന്നത്. കൂടുതൽ നമുക്ക് അറിയത്തില്ല. വി ഡോണ്ട് ഹാവ് എ പ്രൂഫ് ഫോർ ഇറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഔട്ട്വേർഡ്ലി, പെർപെറ്റഡ്ലി, സപ്പോസിഡ്ലി, അപ്പാരൻ്റ്ലി, സീമിംഗ്ലി ഓർ അലജഡ്ലി. ഓക്കെ. അടുത്താണ് ബിഹെസ്റ്റ്. ബിഹെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ ബിഡിങ്, റിക്വസ്റ്റ് എന്നാകും. ഈ ബിഡിൻ്റെ അർത്ഥം അറിയാലോ. മറ്റേ ബിഡ്, രണ്ട് ബിഡുണ്ടേ. ഒന്ന് നമ്മുടെ ടെൻഡർ വിളിക്കുക എന്നുള്ള അർത്ഥമില്ലേ, അതാണ്. അപ്പോൾ അത് ആ ബിഡല്ല ഇത്. നമ്മുടെ ബിഡൻ ആ ബിഡ് അതായത് റിക്വസ്റ്റ് ചെയ്യാം, ഡിമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാം. ആ അർത്ഥം ഡിമാൻഡ് ഓർ റിക്വസ്റ്റ്, അതാണ് ബിഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സോ ഇൻസ്ട്രക്ഷൻ, കമാൻഡ് അല്ലെങ്കിൽ ബിഡിങ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് ബിഹെസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. പുതിയ വാക്കല്ലേ, ഓർത്ത് വെച്ചോണം. അടുത്ത വാക്ക് ഡിട്രാക്ട്. ഡിട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഡിട്രാക്ട് ഇസ് എ വേർബ് കേട്ടോ, ഇസ് എ വേർബ്. ഡിട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ അതിനെ കുറയ്ക്കുകയാണ്, അതിൻ്റെ വില കുറച്ച് കാണിക്കുന്നതിനാണ് ഡിട്രാക്ട് ചെയ്യാന്ന് പറയുക. അതായത് ബിലിറ്റിൽ ചെയ്യുക, നമ്മളൊരു വില കുറച്ച് കാണിക്കുവാണ് അല്ലേ, അങ്ങ് കുഞ്ഞാക്കി കാണിക്കുകയാണ്, ചെറുതാക്കി കാണിക്കുക എന്ന് പറഞ്ഞില്ല, ചെറുതാക്കുക. ദാറ്റ് ഇസ് ചെറുതാവും. ഓക്കെ, എന്നെ അങ്ങ് ചെറുതാക്കല്ലേ നീ, ഡോണ്ട് ബിലിറ്റിൽ മീ. എന്നെങ്കിൽ നീ നീ എന്നെ പറയില്ലേ, നീ എന്നെ ചെറുതാക്കല്ലേ, നീ എൻ്റെ ഒരുമാതിരി ഇതാക്കി കളയല്ലേ എന്നൊക്കെ പറയില്ലേ, അതാണ് ഡിട്രാക്ട് ചെയ്യല്ലേ. ദാറ്റ് മീൻസ് യു ആർ മേക്കിംഗ് ദാറ്റ് പേഴ്സൺ ലിറ്റിൽ ആക്കി നിങ്ങൾക്ക് കാണിക്കുകയാണ്. സോ ബിലിറ്റിൽ എന്ന് പറയും. അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, വാല്യൂ റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, എന്ത് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് റെഡ്യൂസ്, ഡിമിനിഷ് അല്ലെങ്കിൽ ലെസൻ എന്നാണ് ഡിട്രാക്ട് എന്ന വേർബിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ഓക്കെ, നോക്കാം സെൻറ്റൻസിലോട്ട് പോട്ടെ. Emmanuel Macron's systematic approach results ceasefire in some cities. All right. The number of people watching the class evinces the importance of this subject. മിസ് വൈറ്റ് സെഷനിലും പെയ്ഡ് ക്ലാസ്സിലും കണ്ടു തീർക്കാൻ മാത്രമേ സമയം കിട്ടുള്ളൂ, പഠിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ പാർവതി, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏത് എക്സാമിനാണ് പാർവതി ഇപ്പോൾ നോക്കുന്നത്? ESIC എല്ലാം ഉണ്ടല്ലേ പാർവതി, എല്ലാം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ ഫോക്കസ് ESIC കൊടുക്കാം. ബിക്കോസ് ആദ്യ എക്സാം വരാൻ പോകുന്നത് ESIC ആണ്. എന്നിട്ടാണ് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ SSCയുടെ സമയത്ത് തന്നെ ഓർത്തോണം, ഈ മാസത്തിൽ തന്നെ നമുക്ക് SSC കഴിഞ്ഞിട്ട് 10th പ്രിലിംസിലോട്ട് നോക്കാം. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ ഒരു ഷോർട്ട് ടേം ഗോൾ എപ്പോഴും വേണം. നമുക്കൊരു ലോങ് ടേം ഗോൾ ഓഫ് കോഴ്സ് ഉണ്ടാവും എല്ലാവർക്കും അല്ലേ, അതല്ലാതെ ഷോർട്ട് ടേം ഗോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ഏത് എക്സാമാണ് വരുന്നത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുക. ഇല്ലെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ അതിലൊരു ഈ പറയുന്നൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വേണം, ഒരു ഓർഡർലി അപ്രോച്ച് ഇല്ലെങ്കിൽ പണി പാടും. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. Systematic learning is a key for success, but it is not a laid-back thing for everyone. എല്ലാവർക്കും ഇതല്ല. Everyone ഒറ്റ വാക്കാണ് ഷബ്ന. Everyone is one word. Everyone അല്ല, everyone ഒറ്റ വാക്ക്. The pandemic detract the whole education system. Detract അല്ല, detracted. പാസ്റ്റൻസ് കൊടുക്കാം അല്ലെങ്കിൽ ഡിട്രാക്ട്സ് കൊടുക്കാം. പാൻഡമിക് ഒന്നല്ലേ ജിഷ്ണു, ഞാനിപ്പോൾ പറഞ്ഞ പോലെ പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഭവം അല്ലേ, സിംഗുലർ അല്ലേ, സിംഗുലറിന് സിംഗുലർ വേർബ് കൊടുക്കണം, സിംഗുലർ സബ്ജക്റ്റിന്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാസ്റ്റൻസ് കൊടുത്തോളൂ. ഓക്കെ, അക്കോർഡിംഗ്ലി. അടുത്തിലോട്ട് പോട്ടെ. നെക്സ്റ്റ് വേർഡ് നോക്കിയേ, ഡിപ്ലോയ്മെൻറ്റ്. ഞാൻ ഡിപ്ലോയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, പ്രത്യേകിച്ച് ഞാൻ ഡിപ്ലോയ്മെൻറ്റ് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നോർമലി നമ്മൾ പറയാറ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അലോക്കേറ്റ് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. എവിടെയാണ്?
ഈ ആർമി ട്രൂപ്സിനൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇപ്പം ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് പിന്നെ പറയുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു, വളരെ സെലക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിന് മാത്രമാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഡിപ്ലോയ്മെൻറ്റ് യൂഷ്വലി ഉപയോഗിക്കുന്ന മിലിറ്ററി കാര്യങ്ങളിലെ പിന്നെ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ഡിപ്ലോയ്മെൻറ്റ് പറയാം കേട്ടോ. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് എന്താണ്? ഡിപ്ലോയ്മെൻറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്പോസൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത് നോക്കി ലാക്യൂനെ. ഇറ്റ്സ് ലാക്യൂനെ എന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ പ്ലൂറൽ ഇതാണ് ലാക്യൂനെ, NAE, ലാക്യൂനെ. ഓക്കെ, ലാക്യൂനെ എന്ന് പറഞ്ഞാൽ ലാക്യൂനെ എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്ലൂറൽ. പക്ഷേ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, AE ഉണ്ട്. ലാക്യൂനെ എന്ന് പറഞ്ഞാൽ അത് ഗ്യാപ്പ്, ഒരു വോയിഡ്, ഒരു സ്പേസ്, ഹൈറ്റസ്, ക്യാവിറ്റി, ഡെഫിസിറ്റ് എന്നൊരു കുറവുണ്ട്, അതിനെയാണ് ലാക്യൂനെ എന്ന് പറയാം. ഗ്യാപ്പ്, സ്പേസ്, ഹൈറ്റസ്, ക്യാവിറ്റി, ഡെഫിസിറ്റ്, അതിനെയാണ് ലാക്യൂന. ഓക്കെ, അടുത്ത വാക്കാണ് എൻറ്റെയിൽ. എൻറ്റെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വേർബാണ്. എൻറ്റെയിൽ എന്ന് പറഞ്ഞാൽ നെസസിറ്റേറ്റ് ചെയ്യുക, ആവശ്യപ്പെടുക. റിക്വയർ, നമ്മൾ പറഞ്ഞ ഫോമൽ വേർഡ് റിക്വയർ, എൻറ്റെയിലും ഫോമൽ വേർഡാണ്. നീഡ്, ആവശ്യപ്പെടുക. ഡിമാൻഡ്, എൻറ്റെയിൽ എന്ന വാക്ക് മറന്നു പോരുത്. എൻറ്റെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം നെസസിറ്റേറ്റ് ഓർ റിക്വയർ ഓർ നീഡ്, ഡിമാൻഡ് എന്നൊക്കെ വാക്ക്. അടുത്ത വാക്ക് ഇസ് പ്രിമൈസ്. പ്രിമൈസസും മാറിപ്പോരുത്. ഈ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് പ്രപ്പോസിഷൻ, ഒരു കൺക്ലൂഷന് വേണ്ടി ഈ പ്രീവിയസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ അതിലൊരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിക്കുക, ഒരു വിരാമം ഇടാൻ ഹെൽപ്പ് ചെയ്യുക. അതിനെ പ്രിമൈസ് എന്ന് വിളിക്കും. പക്ഷേ നമുക്കൊരു വേർഡ് ഉണ്ട്, നമുക്കൊരു പ്ലൂറൽ വേർഡ് ഉണ്ട്, പ്ലൂറൽ നൗൺ ഉണ്ട്, പ്രിമൈസസ്. കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചുറ്റുപാട് അല്ലേ നമ്മൾ പറയില്ല, നമ്മുടെ പ്രിമൈസസ്. കീപ് യുവർ പ്രിമൈസസ് ക്ലീൻ. ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ടല്ലേ, കീപ് യുവർ പ്രിമൈസസ് ക്ലീൻ, അല്ലെങ്കിൽ ദീസ് പ്രിമൈസസ് ആർ അണ്ടർ സർവൈലൻസ്. കേട്ടിട്ടുണ്ടോ? ദീസ് പ്രിമൈസസ് ആർ അണ്ടർ സർവൈലൻസ്. അപ്പോൾ ലൊക്കേഷൻ എന്നൊരർത്ഥം വരും, അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എന്നൊരർത്ഥം വരും. മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ആ പ്രിമൈസസും ഇത് സിംഗുലറും ആണ് പ്ലൂറലും ആണ്, ഇതും പ്രിമൈസസ് എന്നും പറയാം. പക്ഷേ ഇത് പ്ലൂറൽ നൗൺ തന്നെയാണ്, ഇത് പ്ലൂറൽ നൗൺ. ഇതിൻ്റെ കൂടെ പ്ലൂറൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, വേർബ് പ്ലൂറൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദീസ് പ്രിമൈസസ് ആർ, ഒരിക്കലും പറയില്ല ദീസ് പ്രിമൈസ് ഈസ് എന്ന് പറയില്ല. അത് പ്ലൂറൽ നൗണുമാണ്, അതുകൊണ്ട് പ്രിമൈസ് എന്ന് പറയുള്ളൂ. CCTV ക്യാമറകളെടുത്ത് ചിലയിടത്ത് എഴുതി വെക്കുന്നുണ്ട്, ചില കോളേജസിലൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കോളേജസിലൊക്കെ ഉണ്ടായിരുന്നു. ദീസ് പ്രിമൈസസ് ആർ അണ്ടർ സർവൈലൻസ് എന്നൊക്കെ എഴുതി വെക്കും. ഓഹോ ആണോ എന്ന് പറയും. ആ സംഭവം മനസ്സിലായോ? അടുത്താണ് സാങ്ക്ടിറ്റി. ഞാൻ നിങ്ങളോട് ഇന്നാൾ പറഞ്ഞു, ലാറ്റിൻ വേർഡാണ് സാങ്ക്ട്, റൂട്ട് വേർഡ് സാങ്ക്ട്. സാങ്ക്ട് എന്ന് പറഞ്ഞാൽ ഹോളി, വിശുദ്ധമായ എന്നാണ് അർത്ഥം. സാങ്ക്ട്, സാങ്ക്ടം, സാങ്ക്ടോറിയം ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ലാറ്റിൻ വേർഡ് പറഞ്ഞു, ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളിയർ ഓഫ് ദ ഹോളിയസ്റ്റ്. ആ സംഭവം സാങ്ക്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ഹോളി, വിശുദ്ധമായ, ഡിവൈൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം, സാങ്ക്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടെ അർത്ഥമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സാങ്ച്വറി എന്നൊക്കെ വാക്ക് അതിൽ വരുന്നത്. സാങ്ച്വറി നമ്മുടെ ഒരു സേഫ് പ്ലേസ് ആണ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഓക്കെ, അതിലാണ് ഈ വേർഡ് സാങ്ച്വറി വന്നത്. സാങ്ക്ടിമോണിയൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. സാങ്ക്ട് എന്ന് പറയുന്നത്, സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞാൽ ഹോളിനെസ്, ഡിവിനിറ്റി, ഇൻവയലബിലിറ്റി, വളരെ അൾട്ടിമേറ്റ് വളരെ അട്ടർ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ് കേട്ടോ. ദാറ്റ് ഈസ് ഇൻവയലബിലിറ്റി അല്ലെങ്കിൽ പാരമൗണ്ട് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇറ്റ്സ് എ പാരമൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർത്ഥം. ഇൻവയലബിൾ എന്ന് പറഞ്ഞാലും വളരെ ഒഴിച്ച് നീട്ടാൻ പറ്റാത്ത അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അട്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഷിയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻസ് ഉള്ള ആളെ നമ്മൾ അമ്പട്ടുള്ള കാര്യത്തിന് നമ്മൾ പറയും ഇൻവയലബിലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഹോളിനെസ്, സാങ്ക്ടിറ്റി, ഡിവിനിറ്റി അത് തന്നെ സംഭവം, ഓർത്താൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്, കിട്ടിയല്ലോ. നോക്കട്ടെ. Ram was detracted in front of his colleagues by his superior. All right. Putin status in this world detract nowadays. Putin spelling മാറിപ്പോയി. Putin, PUTIN ആണ് Putin. പുട്ടിൻ്റെ സ്റ്റേറ്റസ് അല്ലേ? അപ്പോൾ നോക്കിയേ, പുട്ടിൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കണം? അപ്പസ്ട്രോഫീസ് വേണം. പുട്ടിൻസ് സ്റ്റേറ്റസ്. കേട്ടോ അഞ്ജു, ശ്രദ്ധിക്കണേ. Pandemic like COVID-19 was surreal thing across the earth. All right. Yes, it was. PT sir behested assembly to disperse. Okay. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ.
ബിഹെസ്റ്റഡ് എന്ന് പറയില്ല. കാര്യം ഇൻസ്ട്രക്ട് ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ബിഹെസ്റ്റ് ഇസ് എൻ നൗൺ. നോക്കിക്കേ, ബിഹെസ്റ്റ് എന്ന് പറയുന്ന നൗൺ ആണ്. ഇറ്റ്സ് നോട്ട് എ വേർബ്. അത് വേർബ് അല്ല, അതുകൊണ്ട് വേർബായിട്ട് ഉപയോഗിക്കരുത്. ഇൻസ്ട്രക്റ്റഡ് അസംബ്ലി ടു ഡിസ്പേഴ്സ് വേണോ. ഓൾ ഹിസ് വർക്ക് ഹാവ് എ സർറിയൽ എഫക്ട്സ്. വർക്ക് എന്ന് ഉദ്ദേശിച്ചത് അവൻ്റെ ആർട്ടിസ്റ്റിക് വർക്ക് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സ് ആണെങ്കിൽ അവിടെ വർക്ക്സ് എന്ന് കൊടുക്കും. ഓൾ ഹിസ് വർക്ക്സ് അവിടെ അൺകൗണ്ടബിൾ അല്ലല്ലോ, അവിടെ പ്രവൃത്തി എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ കൃതികൾ അല്ലെങ്കിൽ അവൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കലാപരമായ കാര്യങ്ങൾ അല്ലേ, അപ്പോൾ അവിടെ വർക്ക്സ് വേണം. ഓൾ ഹിസ് വർക്ക്സ് ഹാവ് എ സർറിയൽ എഫക്ട്സ് കൊടുക്കണം കേട്ടോ. വർക്ക്സ് വേണേ കാർത്തിക ശ്രദ്ധിച്ചോ. യു തിങ്ക് ദേ ആർ വിത്ത് യു ബട്ട് ദേ ആർ ട്രൈങ് ടു ഡിസ്ട്രാക്ട് യു. ഓൾ റൈറ്റ്. മൈ സർറിയൽ ഡ്രീംസ് കാൺ ബി ഇവിൻസ്ഡ് ഓർ സ്ലൂത്ത്. ഓക്കെ, displayed or investigated. That's great. Whenever ഒറ്റ വാക്ക പാർവതി, ഒറ്റ വാക്ക്, കോമ്പൗണ്ട് ആയിട്ടുള്ള വാക്കാണത്. Whenever you follow a systematic approach, it will ostensibly detract distance to success. Okay. The surreal statistics of COVID death ostensibly detracted the actual beneficiaries of dependence. Okay. Yeah. Difference between lacuna ഒരേ സാധനമാണ്. ഇത് സിംഗുലർ ആണ്, ഇത് പ്ലൂറൽ ആണ്. ഇത്ര വ്യത്യാസമുള്ളൂ. ഇത് സിംഗുലർ, ഇത് പ്ലൂറൽ. മനസ്സിലായോ? ഇത് പ്ലൂറലാ, ഇത് സിംഗുലർ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ സിംഗുലർ പ്ലൂറൽ എന്താണെന്ന് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അറിയണ്ടേ. അതുകൊണ്ട് ലാക്കുന എന്ന് പറഞ്ഞ വാക്ക് ഇസ് സിംഗുലർ, അതിന്റെ പ്ലൂറലാണ് ലാക്കുനെ. ദാറ്റ്സ് എ ഡിഫറൻസ്. വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് എൻറ്റെയിൽ ദി ഡിപ്ലോയ്മെന്റ് ഓഫ് ആർമി ട്രൂപ്പ്. പ്രവീണ, ട്രൂപ്പിന്റെ സ്പെല്ലിങ് ട്രൂപ്പ്. ഈ ട്രൂപ്പ് ആ ട്രൂപ്പ് മാറിപ്പോരുത്. ഈ ട്രൂപ്പ് ഉണ്ടോ? TRUPE ട്രൂപ്പ്. എന്ത് ട്രൂപ്പാ പറയാമോ? ഈ ട്രൂപ്പ് എന്താ? ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റിനെ ഗ്രൂപ്പിനെ അല്ലേ നമ്മൾ ട്രൂപ്പ് എന്ന് പറയും. ഈ ട്രൂപ്പ് അല്ലെ മങ്കീസ് എന്നും പറയും. കുരങ്ങന്മാരുടെ കൂട്ടത്തിന് നമ്മൾ ഈ ട്രൂപ്പ് എന്ന് പറയാം. പക്ഷെ ഈ ട്രൂപ്പോ TROOP ട്രൂപ്പോ അതാണ് നമ്മുടെ ആർമിയുടെ ട്രൂപ്പ്. ഓക്കെ, കോപ്സ്. CORPS കോപ്സ്, അതാണ് ട്രൂപ്പ്. സേന. വ്യത്യാസം മാറിപ്പോരുത് കേട്ടോ, കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. ഈ ട്രൂപ്പും ആ ട്രൂപ്പും രണ്ടാ. TROOP ട്രൂപ്പാണ് ആർമിക്ക് വേണ്ടത്. TROUPE ട്രൂപ്പ് ആർട്ടിസ്റ്റൻ ട്രൂപ്പാണ്. നമ്മൾ പറയില്ലേ ട്രൂപ്പ്, ഇന്ന ട്രൂപ്പ് നടത്തുന്ന ഇന്ന നാടകം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. ഓൾ റൈറ്റ്, മറന്നു പോരുതേ, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അടുത്ത് നോക്കാം. മോഡി ബിഹെസ്റ്റ് പറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ മോഡിയുടെ ഇൻസ്ട്രക്ഷൻ. അപ്പം ഇൻസ്ട്രക്ട് ചെയ്തു എന്ന വേർബ് ഇല്ല. ബിഹെസ്റ്റ് ഇസ് നോട്ട് എ വേർബ് കേട്ടോ. Even though I'm trying to attend live and paid classes of degree level exam, isn't it? പാർവതി ആകെപ്പാടെ ടെൻഷനില്ല. പാർവതി ഒരു കാര്യം, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമുക്കത് പറയണ്ട, പേഴ്സണലായിട്ട് പറഞ്ഞു കേട്ടോ. ഒരു മെസ്സേജ് അയക്കോ. സൂയിസൈഡ് സീംസ് ടു ബി സർറിയൽ, ഹെൻസ് ദ കേസ് വാസ് ടേക്കൺ അണ്ടർ സ്ലൂത്ത്. ഓക്കെ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണോ? സ്ലൂത്ത് ഡിറ്റക്റ്റീവ്, അണ്ടർ ഡിറ്റക്റ്റീവ് പറയില്ല. ടേക്കൺ ബൈ അങ്ങനെ കൊടുക്കാം. ദ കേസ് വാസ് അണ്ടർടേക്കൺ ബൈ സ്ലൂത്ത് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് കൊടുത്തു. പ്രിമൈസ്, ബിൽഡിംഗ് എന്നൊരു മീനിങ് ഇല്ലേ? ബിൽഡിംഗ് എന്നല്ല, ലൊക്കേഷൻ, ആ ഒരു സ്ഥലം എന്നുള്ള അർത്ഥമാണ്. പ്രിമൈസ് അല്ല, പ്രിമൈസസ്. അതാ ഇപ്പം ഞാൻ പറഞ്ഞത്. പ്രിമൈസ് അല്ല ബിൽഡിംഗ് അല്ലെ ലൊക്കേഷൻ എന്ന് പറയുന്ന സംഭവം, അത് പ്രിമൈസസ് ആണ് കേട്ടോ. ചുറ്റുപാട് എന്നാണ് കേട്ടോ പ്രവീണ. The sleuth is very smart that he find the truth behind any investigation within no time. Yeah. Whenever I entail chocolate, I used to act as a sleuth to find it from where my mom hid it. From where alla, to find it where my mom. Avada from inde avashyamilla keto. Whenever I entailed chocolate, I used to act as a sleuth to find it where my mom hid it. And today my son also started doing the same. Apple does not fall from different tree. Okay, അതാണ് അല്ലെ, fall off from the tree എന്ന് പറയില്ല, അതാണ്. The trees deployed the marks of, ഞാൻ എൻ്റെ മലയാള പഴഞ്ചൊല്ല് പറയുന്നില്ല, ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മലയാളം അസൽ മലയാള ചൊല്ലുണ്ട്, പക്ഷെ ഇന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, ശരിയാവില്ല. ഓൾറെഡി ഞാൻ വീട്ടിൽ ഇത് പറഞ്ഞ് വീട്ടുകാരെല്ലാവരും എന്നെ അങ്ങ് ഇതാക്കിയിട്ടിരിക്കോ. ക്രിറ്റിസിസം കൂടുതലാണ്, അതുകൊണ്ട് വേണ്ട. ദ ടീച്ചേഴ്സ് ഡിപ്ലോയിഡ് ദ മാർക്സ് ഓഫ് സ്റ്റുഡൻസ്. മാർക്സിന് അപ്പസ്ട്രോഫി വേണ്ട കേട്ടോ ജിഷ്ണു. ആ മാർക്സിന് നമ്മൾ അപ്പസ്ട്രോഫി ഇടുന്ന അതിൻ്റെ ഇതിൻ്റെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാർക്കിൻ്റെ നല്ലോ. മാർക്സ് പ്ലൂറൽ അല്ല, പ്ലൂറൽ ഇടുമ്പോൾ അപ്പസ്ട്രോഫി ഇട്ടില്ല കേട്ടോ, വെറും എസ് ഇട്ട് കൊടുത്താൽ മതി. ലെജിസ്ലേച്ചർ
should be entailed to fill lacuna in existing laws relating to women. Okay. Ostensibly the incident behest എന്താണോ പ്രശ്നം? ബിഹെസ്റ്റ് ഞാൻ പിന്നെയും പറഞ്ഞു, ബിഹെസ്റ്റ് ഇസ് നോട്ട് എ വേർബ് എന്ന്. പിന്നെ നിങ്ങൾ ബിഹെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ എന്തായാലും നോക്കും. ഇല്ല, ബിഹെസ്റ്റ് ഇല്ല, വേർബ് ഇല്ല കേട്ടോ. ബിഹെസ്റ്റ് എന്ന വേർബ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ബിഹെസ്റ്റ് എന്ന വേർബ് യൂസേജിൽ ഉപയോഗിക്കരുത്. ഓക്കെ, യാ, അത് നൗൺ ആണ്. ഇൻസ്ട്രക്ഷൻ, കമാൻഡ് എന്നുള്ളതാണ്. ഓക്കെ. പ്രിമൈസ് ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ചേഞ്ച് അക്കോർഡിംഗ് ടു their situation. Yes. The people who had everything for their lives now entail for everything with empty hand. Okay. Politicians entail sanctity for their vote bank. It backwarded our society and also gives a wide lacuna. It backwarded എന്ന് പറയില്ല, പുറകോട്ടാക്കി. It retract ചെയ്തു. മനസ്സിലായോ? It revert ചെയ്തു എന്ന് പറയാം, റിട്ടാർഡഡ് പറയാം. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ബാക്ക്വേർഡഡ് എന്ന് പറയില്ല. ബാക്ക്വേർഡ് എന്ന് പറയുന്നത് തന്നെ അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ കൂടി ഇ ഡി ഫോർമുലേഷൻ. റിവേർട്ടഡ് എന്ന് പറഞ്ഞു, ബാക്ക്വേർഡ് ആക്കി. റിട്ടാർഡഡ് എന്ന് പറഞ്ഞു, പിന്നെയും തുടങ്ങിയെടുത്ത് കൊണ്ടിട്ടു എന്നുള്ള അർത്ഥം. കേട്ടോ ഹരി? ഓർത്ത് വെച്ചു. ലാക്കുന ബിറ്റ്വീൻ ടു ഓഫ് ദം ഇസ് എ റിയൽ ആൻഡ് ടു ബി ബിഹെസ്റ്റഡ് പറയില്ല. ബിഹെസ്റ്റ് എന്നുള്ളത് നൗൺ ആണെന്നേ, അതാ പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡിട്രാക്റ്റഡ് സ്ലോലി. ദ പീപ്പിൾ എൻറ്റെയിൽഡ് ട്രാൻസ്പെറന്റ് ഇൻവെസ്റ്റിഗേഷൻ റിഗാർഡിംഗ് ദ മർഡർ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ദ ലാക്കുന ഇൻ ദ ഫിനാൻസ് എൻറ്റെയിൽഡ് എ സ്ലൂത്ത്. ഓക്കെ. Putin instructed for the deployment of army troop to invade Ukraine. Yes. Yeah, great. Premise of Taliban about Ukraine, Russia war is a jarring behest. Okay, that's great. Ashadiki manasilayille, adu madi. Moving on to last set of words. Deterrent. Deterrent എന്ന് പറയുന്ന noun ആണ്, adjective ആണ്. Deterrent എന്ന് പറഞ്ഞാൽ dissuasion, ഒരു disencouragement, നമ്മളെ ബാക്കോട്ട് വലിക്കുന്ന ഒരു, നമ്മളെ താഴ്ത്തുന്ന ഒരു കാര്യം. Disincentive അല്ലെങ്കിൽ ഡിസ്വേഷൻ എന്നൊക്കെ noun പറഞ്ഞു. ഡിറ്ററന്റ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ഡിറ്ററന്റ് ഓൺ മൈ വേ. എൻ്റെ പാതയിലൊരു ഡിസ്വേഷനാണ് നീ. യു ആർ എ ഡിറ്ററന്റ് ഓൺ മൈ വേ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇതിലൊരു തടസ്സമാണ് നീ എന്നൊക്കെ പറയാം. അതാണ് ഈ പറഞ്ഞ ഡിറ്ററന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഡിറ്ററന്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആക്കുന്ന, ഡിലേ ആക്കുന്ന എന്നൊരർത്ഥമുണ്ട്. ഡിസ്വേഡിങ്, ഡിലേയിങ് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനും ഡിറ്ററന്റിനുണ്ട്. ഡിറ്ററന്റ് ആക്ഷൻ, ഡിലേയിങ് ആക്ഷൻ എന്നൊക്കെ അർത്ഥം. ഓക്കെ. അടുത്തത് ഗ്രേവ്. നിങ്ങൾക്കറിയാം ഗ്രേവ് എന്ന നൗണ് നിങ്ങൾക്കറിയാം, പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ ടൂം സ്റ്റോണോ ഗ്രേവിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഗ്രേവ് ഇസ് an adjective and അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസേജ് ഇതാണ്. സീരിയസ്, അർജൻറ്റ്, വെരി ബാഡ്, അതാണ് ഗ്രേവ്. ഇവിടെ ഇന്നത്തെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ മാത്രം നമ്മൾ നോക്കും, ബാക്കി നിങ്ങൾക്ക് അറിയാം. അടുത്തത് പോറസ്. പോറുള്ള അല്ലെ, പോഴ്സ് ഉള്ളതിനെ പോറസ് എന്ന് വിളിക്കും. വിത്ത് പോഴ്സ്, ദോസ് വിത്ത് പോഴ്സ്. PORES അറിയില്ലേ? PORES പോർ. ആ പോറുള്ള, ഓട്ടയുള്ള എന്നുള്ള അർത്ഥം. ഹോൾസ് ഉള്ള അതിനെയാണ് പോറസ് എന്ന് പറയാം. പോറസ് ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് സയൻസ് പഠിച്ചിട്ടുണ്ടോ? പെർമിയബിൾ ആണ്, അതിലൂടെ സംഭവങ്ങൾ കയറി കടന്നു പോകും. ദാറ്റ് ഈസ് പോറസ്. ഓപ്പൺ ആണ്. ഇറ്റ് ഈസ് പെർവിയസ്, പെർമിയബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും കയറാം. പെർവിയസ് ബോർഡർ എന്നൊക്കെ പറയില്ലേ? പോറസ് ബോർഡേഴ്സ്. പോറസ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡറിന് മൊത്തം ഓട്ടയാ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പെർമിയബിൾ, ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങിപ്പോ. ഇന്ത്യൻ ബോർഡേഴ്സ് ഇസ് പോറസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബോർഡേഴ്സ് എ പോറസ്. ഇന്ത്യൻ്റെ ബോർഡേഴ്സ് ഒക്കെ പോറസ്, ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും കയറാം. ഇറ്റ്സ് ഇൻസെക്യൂർ, ഒട്ടും സുരക്ഷിതത്വം ഇല്ലാത്തത്. ദാറ്റ് ഇസ് പോറസ്. ഓക്കെ. അടുത്താണ് ബ്ലാസ്ഫെമി. കേട്ടിട്ടുണ്ടായിരിക്കും ബ്ലാസ്ഫെമി. പ്രൊഫാനിറ്റി. നമ്മൾ എന്താണ് പറയുക, സാങ്ക്ടിറ്റി എന്ന് പറയുമ്പോൾ ഡിവൈൻ. അപ്പം ബ്ലാസ്ഫെമി എന്ന് പറയുമ്പോൾ ഡിവിനിറ്റി അല്ല. ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇറവറൻസോടെ, ഇറവറൻസോടെ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റോടെ ഒരു കാര്യത്തെ കാണുന്നു. എനിത്തിങ് റിലേറ്റഡ് ടു റിലീജിയസ് ആയിട്ടുള്ള, അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബിലീഫ്സിനെ ആയിക്കോട്ടെ, അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വിഗ്രഹങ്ങൾ, റിച്വൽസ് ആയിക്കോട്ടെ, റൈറ്റ്സ് ആയിക്കോട്ടെ, അതിലുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നിരാകരിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് ബ്ലാസ്ഫെമി. പ്രൊഫാനിറ്റി അല്ലെങ്കിൽ സാക്രിലേജ് അല്ലെങ്കിൽ ഇറവറൻസ്, ഇറസ്പെക്റ്റ് കാണിക്കുന്നു. ദാറ്റ് ഇസ് പ്രൊഫാനിറ്റി, സാക്രിലേജ്, റെവറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് അല്ലേ, ഇറവറൻസ് എന്ന് റെസ്പെക്റ്റ് ഇല്ലായ്മ. ക്ലിയർ? ദാറ്റ് ഇസ് ബ്ലാസ്ഫെമി. പ്രൊഫാനിറ്റി, സാക്രിലേജ്, ഇറവറൻസ്. മറക്കണ്ട കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ. എക്സാമിന് ചോദിക്കാറുണ്ട് ബ്ലാസ്ഫെമി ഒക്കെ. യാ. I get irritated easily whenever I see the surreal act of sympathy of people. All right, weird, alle? Yeah. The US sanctions upon USA is crippled the whole economy.
is widening the lacuna between rich and poor. Okay, ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെ ഈസ് അല്ല. The US sanctions upon Russia, crippling the whole economy is widening the lacuna. അവിടെ crippled കൊടുക്കണ്ട, crippling. സോറി, എൻ്റെ ശ്രദ്ധ ഇവിടെ ഡൈവേർട്ട് ചെയ്യുന്നു. എന്താ അല്ലേ? The US sanctions upon Russia, crippling, കേട്ടോ ജിഷ്ണു? US sanctions upon Russia, crippling the whole economy. എക്കണോമി ക്രിപ്പിൾ ചെയ്യുന്ന സംഭവം, ആ സാങ്ഷൻസ്, പെനാൽറ്റീസ്, ഈസ് വൈഡനിങ് ദ ലാക്യുന ബിറ്റ്വീൻ റിച്ച് ആൻഡ് പോർ. ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അവിടെ ഈസ് ക്രിപ്പിൾഡ് കൊടുക്കണ്ട. Many students entail for the revaluation of the paper. All right. For successful relationship, there should be no lacuna of communication. Yeah, no gaps of communication. Like communication gaps paadilla. All right. Stress is an act as a deterrent of human. Okay. Act as an stress is act as an avada cheru vyathyasam. Stress acts. Stress act cheyunnu. Stress acts as a deterrent of human. Okay. അടുത്തത് behest of Putin for instruction of Putin for war is a grave decision done by him. Yes, blasphemy negative word. Blasphemy negative word. Sacrilege എന്നും profanity എന്നും irreverence എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റെസ്പെക്റ്റോടെ, അതായത് blasphemy is an opposite of sanctity. മനസ്സിലായി? നമ്മളൊരു കാര്യത്തെ റെസ്പെക്റ്റോടെ കാണുന്നെങ്കിൽ, അതിനെ വിശുദ്ധമായി കാണുന്നെങ്കിൽ, ദാറ്റ് ഇസ് സാങ്ക്ടിറ്റി അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്ലാസ്ഫമി. അതിനെ നമ്മൾ നിരാകരിക്കുകയാണ്. മനസ്സിലായോ? അതാണ്. ക്ലിയർ? Procrastination is the only deterrent to my success. Yes. Exit polls of 5 states indicate deterrent on Hindi belt. Yes. The new generation people have lack of lack of blasphemy അല്ല, has blasphemy. ഇവർക്ക് ബ്ലാസ്ഫമി ഉണ്ടെന്നാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ കാര്യത്തിലാട്ടോ. ഇറവറൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, വിശ്വാസപരമായ കാര്യങ്ങൾ, റിലീജിയൻ റിലേറ്റഡ് ആയ വിശ്വാസങ്ങൾ, റിലീജിയസ് ബിലീഫ്സ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, അതിനോടുള്ള റെസ്പെക്റ്റിനാണ് ബ്ലാസ്ഫമി എന്ന് പറയാം. കേട്ടോ? ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് വിശുദ്ധമായിട്ട് നമ്മൾ കാണുന്ന, ഞാൻ പറഞ്ഞില്ല, ആക്ട് ഓഫ് ഒഫൻസ് ആണ്. ഇതൊരു ഒഫൻസ് ആണ്, നമ്മൾ ഒഫൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? സീക്രട്ട് ആയിട്ടുള്ള ദൈവികമായ കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നതിനാണ് പ്രൊഫൈനിറ്റി എന്ന് പറയാം. ഓക്കെ, ഐ മീൻ പ്രൊഫൈനിറ്റി അല്ല, പ്രൊഫൈനിറ്റി എന്നും ബ്ലാസ്ഫമി എന്നും പറയാം. അപ്പൊ അതിന്റെ ആന്റണിം എന്താണ്? റെസ്പെക്റ്റോടെ നമ്മൾ കാണുന്നു എന്നുള്ളത് ആണ് അതിന്റെ ആന്റണിം. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ? പോവാം. അടുത്തത് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോവാണ്. അപ്പൊ അപ്പോഴേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. അപ്പൊ അത് ജിഷ്ണു ഇവിടെ നമ്മൾ കൾച്ചറിനെ പറ്റി പറയില്ല, ഇന്ത്യൻ ബിലീഫ്സ്, ഐ മീൻ റിലീജിയസ് ബിലീഫ്സിനെ പറ്റി വല്ല പറഞ്ഞില്ല. കറക്റ്റ് ആണ്. Premise made by accused leads to discovery of weapons used by him. Deterrent result of exam results gravely affects many lives. He is in grave danger. Yeah, behest entailed students to stop their deterrent activities. Great. Okay. അപ്പോൾ നമുക്ക് നേരെ പോകാം ഇനി നമ്മുടെ ആർട്ടിക്കിളോട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. കേട്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാം. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവർ ആർട്ടിക്കിൾ ഹൗസ് ഓഫ് കാർഡ്സ്. എ ഹൗസ് ഓഫ് കാർഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോട്ടോ. ഇവിടെ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നു, അതുകൊണ്ടാണ്. സോറി ഫോർ ദ ഇൻട്രാപ്ഷൻ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓൾ റൈറ്റ്, ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ഹൗസ് ഓഫ് കാർഡ്സ്. പെട്ടെന്ന് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വായിച്ചു വിടാം നമ്മുടെ ആർട്ടിക്കിൾ. ഗോയിങ് ടു ദ ആർട്ടിക്കിൾ. യാ മിസ്സിനെ കാണുന്നില്ല. മിസ് ഇതായെത്തി അല്ലേ? എ ഹൗസ് ഓഫ് കാർഡ്സ്. സിസ്റ്റമിക് റിസ്ക്. ഞാൻ പറഞ്ഞല്ലോ, കോമേഴ്സിലൊക്കെ റിലേറ്റഡ് ആൾക്കാർക്ക് അറിയാം. സിസ്റ്റമിക് റിസ്ക്
റിലേറ്റിംഗ് ഈ റിസ്ക് എൻറ്റയർ സിസ്റ്റത്തിന് ഇത് ചെയ്യുന്നത്. സിസ്റ്റമിക് റിസ്ക് അഫക്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്കൊരു പാൻഡമിക് വന്നപ്പോൾ മൊത്തം അഫക്റ്റ് ചെയ്തില്ലേ, എല്ലാ സിസ്റ്റത്തെ മൊത്തത്തെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ, ഒരു സെക്ടറിനെ മാത്രമല്ല മൊത്തം സെക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് എ സിസ്റ്റമിക് റിസ്ക്. അപ്പോൾ നമുക്കൊരു എർത്ത് ക്വേക്ക് വന്നാൽ, നമുക്കൊരു ടൊർണേഡോ വന്നാൽ, നമുക്കൊരു അതുപോലെ സുനാമി വന്നപ്പോൾ, അങ്ങനെ എന്ത് വന്നപ്പോഴും നമ്മൾ അഫക്റ്റ് ചെയ്തില്ലേ, ദാറ്റ് ഈസ് സിസ്റ്റമിക് റിസ്ക്. Systemic risks stemming from misdeeds at the NSE have evinced lackluster response. Lackluster എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? lackluster എന്ന് പറഞ്ഞാൽ lustrous എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളങ്ങുന്ന, അപ്പം lackluster എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മോടിയൊക്കെ അങ്ങ് പോയി. അതാണ് നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു നമുക്ക് lackluster ആയിട്ടുള്ളൊരു റെസ്പോൺസ് വേണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ സിസ്റ്റമിക് റിസ്ക് ഉണ്ട്. അത് എവിടുന്ന ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടുന്ന? മിസ്ഡീഡ്സ് എന്നാണ്. നമ്മുടെ പ്രവൃത്തികളുടെ പ്രശ്നം കൊണ്ടാണ്, നമ്മുടെ കുറച്ച് പ്രവൃത്തിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന റിസ്കുകൾ വരുന്നത്, സിസ്റ്റമിക് റിസ്കുകൾ വരുന്നത്. എവിടെ? NSEയിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കേട്ടോ. അപ്പോൾ അത് റിക്വയർ ദാറ്റ് ഡിമാൻഡ്സ്, അത് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? അത് ഒരു ലാക്ലസ്റ്റർ അതായത് അൺഇൻസ്പയർഡ് ആയിട്ടുള്ള, നമുക്ക് ഒട്ടും ഇൻസ്പയർ ലസ്ട്രസ് ആയിട്ടുള്ള, ലസ്റ്റർ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അൺഇൻസ്പയർഡ്, ഞാനത് എഴുതി ചേർത്തേക്കാട്ടോ നിങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടി. അൺഇൻസ്പയർഡ് എന്നാണ് ലാക്ക് ലസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അൺഇൻസ്പയർഡ് ആയിട്ടുള്ള, അൺഇൻസ്പയറിംഗ് ആയിട്ടുള്ള, അതായത് ജീവനൊന്നും ഇല്ലാത്ത, ഇറ്റ് ഡസൻറ്റ് ഹാവ് എ വൈറ്റലിറ്റി, അതിന് പ്രത്യേകിച്ച് ഒരു വൈറ്റലിറ്റി ഒന്നുമില്ല, വളരെ ഡ്രൈ ആയിട്ടുള്ള, വളരെ ഡൾ ആയിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, ഒട്ടും ഇൻസിപ്പിഡ് ആയിട്ടുള്ള, അതാണ് ലാക്ക് ലസ്റ്റർ. ലസ്റ്റർ ആണെങ്കിൽ തിളങ്ങുന്ന എന്നൊരു അർത്ഥമാണ്. പക്ഷേ ലാക്ക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡൾ ആയിട്ടുള്ള, വളരെ ബോറിംഗ് ആയിട്ടുള്ള എന്നൊരർത്ഥം കേട്ടോ. അതാണ് ഇതിൻ്റെ അർത്ഥം. സിസ്റ്റമിക് റിസ്ക് സ്റ്റെമ്മിങ് ഫ്രം മിസ്ഡീഡ്സ് അറ്റ് ദ NSE ഹാവ് എവിൻസ്ഡ് lackluster response in uninspired dull response. ഓക്കെ, നോക്കാം ആർട്ടിക്കിളോട്ട് പോകാം. അപ്പോൾ NSE പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The Sunday evening arrest of Chitra Ramakrishna, the former MD and CEO of India's largest stock exchange, by the Central Bureau of Investigation (CBI) should change the course of what has been a laid-back probe into alleged misuse of exchange data by market players and jarring even surreal governance lapses. A Delhi court has granted CBI sleuths 7 days to interrogate the former National Stock Exchange boss, NSE boss, about a month after the stock. നോക്കാം. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം, അപ്പോൾ ആർട്ടിക്കിള് കഴിഞ്ഞ സൺഡേ ഈവനിങ്ങിൽ, കഴിഞ്ഞ ഞായറാഴ്ചയല്ലേ, നമ്മുടെ ഈവനിങ്ങിൽ, സൺഡേ ഈവനിങ്ങിൽ ഒരു അറസ്റ്റ് നടത്തി. ആരെ? ചിത്ര രാമകൃഷ്ണനെ. പുള്ളിക്കാരി ആരാ? ഫോർമർ MD NSEയുടെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നേരത്തെ ഫോർമർ ആയിട്ടുള്ള MD ആണ്, CEO ആണ്. അപ്പോൾ പുള്ളിക്കാരി, നമുക്ക് NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആരാ അറസ്റ്റ് ചെയ്തത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI ആണ് അറസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്? എന്താ അറസ്റ്റ് ചെയ്തെന്നുള്ളത് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കോഴ്സിനെ തന്നെ മാറ്റും. ചേഞ്ച് ദ കോഴ്സ്, അതിൻ്റെ ഡിറക്ഷൻ വരെ. ചേഞ്ച് ദ കോഴ്സ് ഞാൻ എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ദ ഡിറക്ഷൻ തന്നെ മാറ്റിമറിക്കും, അതിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇതുവരെയുള്ള വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഈസി ഗോയിങ് ആയിട്ടുള്ള പ്രോബ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ. പ്രോബ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ, ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇനി ഒരു മാറ്റം വരും. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ കാര്യം? മിസ്യൂസ് ഓഫ് എക്സ്ചേഞ്ച് ഡേറ്റ. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ഡേറ്റ മിസ്യൂസ് ചെയ്തു എന്നാ പറയുന്നത്, ബൈ ദ മാർക്കറ്റ് പ്ലേയേഴ്സിന് സ്ഥിരമുള്ളത് ഈ പരിപാടികൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഇനി വരും കേട്ടോ. അത് വളരെ ഈവൻ വിയേർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ലാപ്സസ് ഒക്കെ ഇനിയുള്ളത്, വിയേർഡ് ആയിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ട് ഗവൺമെന്റ് ലാപ്സ് ഒക്കെ ഇനി മുതൽ CBI ഇങ്ങനെയുള്ള കേസ് നമുക്ക് ശരിക്കും ഒരു ദിശ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിവാളും. അപ്പോൾ ഡൽഹി കോർട്ട് ഗ്രാൻഡ് ചെയ്തത്, ഈ പറഞ്ഞ CBI ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഗ്രാൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ഓക്കെ കൊണ്ടുപോയിക്കോ, പുള്ളിക്കാരെ കൊണ്ടുപോയിട്ട് 7 ദിവസത്തേക്ക് 7 days ഇൻട്രഗേഷൻ നടത്തിക്കോ. ഇൻട്രഗേഷൻ നടത്തുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുക, എന്താ കാര്യങ്ങൾ നോക്കുക. ആൻഡ് ഷീ ഈസ് എ ഫോർമർ MD and CEO ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പുള്ളിക്കാരി ബോസ്. ഓക്കെ, about a month after the stock market watchdog SEBI passed a 190-page order that has made headlines for its assertions about Ms. Ramakrishna sharing confidential international information with an unknown person. Separately, the CBI has got extended custody of Anand Subramanian, the NSE's former group operating officer hired ostensibly at the behest of the unknown yogi, disregarding the kind of internal controls and governance norms one expects from an institution of such systemic importance in the financial markets. The catchy details must not detract from the larger questions arising from the... Okay. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകും. എങ്ങനെയാണ് ഈ കാര്യങ്ങളിലോട്ട് വന്നതെന്ന്. ഈ പുള്ളിക്കാരി എപ്പോഴാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്? ഒരു മാസത്തിന് ശേഷം. ഒരു മാസത്തിന് ശേഷമാണ് നമ്മുടെ NSEയുടെ മാർക്കറ്റ് വാച്ച് ഡോഗായ, അത് മാർക്കറ്റ് വാച്ച് ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഓരോ ഓർഗനൈസേഷൻ്റെയും വാച്ച് ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവരെ കീനായിട്ട് വാച്ച് ചെയ്യും, അവരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, അവരുടെ തെറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ വാച്ച് ഡോഗാണ് SEBI കേട്ടോ. അപ്പോൾ SEBI ആണ് വാച്ച് ഡോഗ്. അവർ നോക്കി, എന്നിട്ട് അവർ 190 പേജിൻ്റെ ഒരു ഓർഡർ മുന്നോട്ട് വെച്ചു. അത് ഹെഡ്ലൈൻസിലും എല്ലാ പേപ്പേഴ്സിൻ്റെ ഹെഡ്ലൈൻസിലും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തായിരുന്നു അസേർഷൻ ഉള്ളത്? ക്ലെയിം എന്തായിരുന്നു? അസേർഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്ലെയിംസ്. എന്താ പുള്ളിക്കാരിക്ക് അതിലുള്ള ക്ലെയിം എന്തായിരുന്നു? പുള്ളിക്കാരി കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇന്റേണൽ ഇൻഫർമേഷൻ, അതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ ആരുമായിട്ട് ഷെയർ ചെയ്തെന്ന് പറയും അല്ല, അതല്ലേ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇന്റേണൽ ഇൻഫർമേഷൻ ഏതോ അൺനോൺ പേഴ്സണുമായിട്ട് ഷെയർ ചെയ്തു, അതാണ് ക്ലെയിം. ആ ക്ലെയിമിൻ്റെ പേരിലാണ് 190 പേജിൻ്റെ ഓർഡർ നമ്മുടെ മാർക്കറ്റ് വാച്ച് ഡോഗ് SEBI പുറത്തോട്ട് വന്നു. അത് ഒരു മാസത്തിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ വരുന്നു. ഇനി 7 ദിവസത്തേക്ക് പുള്ളിക്കാരി CBIയുടെ കസ്റ്റഡിയിലാണ്. സെപ്പറേറ്റ്ലി പറയുന്നതാണ്. CBI മാത്രമല്ല, എക്സ്റ്റൻഡഡ് കസ്റ്റഡിയും കൂടെ CBI ഒരു കാര്യം എടുത്തു. എക്സ്റ്റൻഡഡ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ആനന്ദ് സുബ്രഹ്മണ്യനെ. ആനന്ദ് സുബ്രഹ്മണ്യൻ ആരാണ്? അദ്ദേഹം നമ്മുടെ NSEയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫോർമർ ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഈ ഗ്രൂപ്പിൻ്റെ ഫോർമർ ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഇങ്ങനെ. അപ്പം ഇങ്ങനെ എപ്പോഴാണ് ഹയർ ചെയ്തത്? ഇങ്ങനെ ഹയർ ചെയ്യപ്പെട്ടു എന്നാണ് വെപ്പ്. സപ്പോസിഡ്ലി ഇങ്ങനെ ഹയർ ചെയ്യപ്പെട്ടു എന്ന വെപ്പ്. അപ്പോഴും പ്രൂഫൊന്നുമില്ല. ഇങ്ങനെ സപ്പോസിഡ്ലി പുള്ളിക്കാരനെ എങ്ങനെ ഹയർ ചെയ്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇല്ല. ബിക്കോസ് അറ്റ് ദ ഇൻസ്ട്രക്ഷൻ ആരോ ഇൻസ്ട്രക്ട് ചെയ്തിട്ട്, ആരുടെ ഇൻസ്ട്രക്ഷനിലാണ്? ഏതോ ഒരു അൺനോൺ ആയ ഒരു യോഗി അറിയാലോ, സന്യാസി, ഏതോ ഒരു നമുക്കറിയില്ലാത്ത ഏതോ ഒരു യോഗിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു ഇവർ സെലക്ട് ചെയ്തു. അങ്ങനെ ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ഇട്ട അനന്ത് സുബ്രഹ്മണ്യത്തിനെയും നമ്മുടെ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, എക്സ്റ്റൻഡഡ് കസ്റ്റഡി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഡിസ്റിഗാർഡിംഗ് ദ ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് ഗവർണൻസ് ഓഫ് നോം അല്ലേ. കുറച്ച് ഗവൺമെൻറ് നയങ്ങളുണ്ട്, നമുക്ക് കുറച്ച് കൃത്യമായിട്ട് കുറച്ച് ചട്ടക്കൂടുണ്ട്. വി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ, കുറച്ച് നോംസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്. ആ റെഗുലേഷൻസ് ഒക്കെ, ആ ഒരു ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെ അതിനൊക്കെ ഡിസ്റിഗാർഡ് ചെയ്ത് അതിനൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്റേണൽ കൺട്രോൾ ആണ്. ആ ഇന്റേണൽ കൺട്രോൾസിനെ ഗവർണൻസ് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹയറിംഗ് പ്രോസസ്സായിരുന്നു ആനന്ദ് സുബ്രഹ്മണ്യൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ്. അതും ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലേ, ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. നോ വൺ എക്സ്പെക്ട്സ് ഇങ്ങനത്തെ ഒരു കാര്യം ഇത്രയും സിസ്റ്റമിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ്ലി എൻറ്റയർലി എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന NSEയുടെ ഇങ്ങനെയുള്ള ഹയറിംഗ് പ്രോസസ്സൊക്കെ. അപ്പോൾ NSEയുടെ ഹയറിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഒരു വെട്ടിപ്പും തട്ടിപ്പോ അല്ലെങ്കിൽ ഹയറിംഗ് പ്രോസസ്സിൽ മാത്രമല്ല ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിൽ തട്ടിപ്പോ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ഫിനാൻസ് മാർക്കറ്റിനെ അത് ബാധിക്കും. ഇറ്റ് അഫക്ട്സ് അസ് നാഷണലി. അതാണ് പ്രശ്നം. ദ ക്യാച്ച് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇത്രയും ക്യാച്ച് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവന്നു. ഇവിടെ കേൾക്കാത്ത സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരിക്കലും നമ്മളെ ബിലിറ്റിൽ ചെയ്ത് കളയാൻ പാടില്ല, റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് നോട്ട് റെഡ്യൂസ് അല്ലെങ്കിൽ ബിലിറ്റ് ചെയ്യാൻ പാടില്ല ഫ്രം ദ ലാർജർ ക്വസ്റ്റൻസ്. ഇതിലും വലിയ ക്വസ്റ്റൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അറൈസിംഗ് ഫ്രം ദ ഡിപ്ലോയ്മെന്റ് ഓഫ് co-location services and lacunae plural in India's oversight mechanisms over its capital markets reflected in the multi-layered failure to crack down on the wrongdoings at the NSE. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാച്ച് ചെയ്തതിനെ പറ്റി നമ്മൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. അതിലും വലിയ ക്വസ്റ്റൻസ് അറൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് co-location services നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ ഡിപ്ലോയ്മെന്റിനെ പറ്റി ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും നമുക്ക് വലിയ ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഒരുപാട് ഡൗട്ട്സ് അതിന് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആൻസറബിൾ ആണ്. അത് മാത്രമല്ല ദർ ആർ സോ മച്ച് ഗ്യാപ്സ്, എന്തൊക്കെയോ വോയിഡ്സ് ഇവിടെയുണ്ട്, എന്തൊക്കെയോ ഗ്യാപ്സ് ഇൻ ഇന്ത്യൻ ഓവർസൈറ്റ് മെക്കാനിസംസ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ്സിന് വേണ്ടിയുള്ളത് ആ മൾട്ടിലേറ്റ് ഫെയിലിയർ. അപ്പോൾ അവിടെ പറഞ്ഞാൽ നമുക്കൊരു മൾട്ടിലേറ്റ് ഫെയിലിയർ നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മൾ മൊത്തത്തിൽ ഫെയിൽ ചെയ്തു. ടു ക്രാക്ക് ഡൗൺ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് കാണണമായിരുന്നു. ടു ഡീൽ വിത്ത് ദറ്റ് തിങ്സ്, റോങ് ഡൂയിങ്സ്. NSEയിലുള്ള റോങ് ഡൂയിങ്സിനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഈ ഒരു കേസിൽ നമ്മൾ. അപ്പം നമുക്ക് നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫിൽ. Okay, the co-location services offered by the NSE, which give market operators willing to pay a premium head start on exchange trading data and refine their own algorithms for high-frequency trades, are permitted by SEBI but were ostensibly misused by certain players. The NSE's case entails an unfair advantage provided to some brokers within. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ NSEയിൽ
കോലൊക്കേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഓഫർ ചെയ്യാറുണ്ട്. ആർക്കാ? കുറച്ച് മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സിന് കേട്ടോ. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള മാർക്കറ്റ് ഓഫീസറിന്റെ പ്രത്യേകത എന്താ? അവർ വില്ലിംഗ് ആയിരിക്കും ഒരു പ്രീമിയം പൈസ അടച്ച് ഒരു ഹെഡ് സ്റ്റാർട്ട് ഒക്കെ കൊടുത്ത് അവർക്ക് പേ ചെയ്യാനുള്ളത് അവർ റെഡിയാണ് ടു പേ എ പ്രീമിയം, ഒരു പ്രീമിയം എമൗണ്ട് അവർ പേ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്കറിയാലോ പ്രീമിയം യൂസേഴ്സ്, നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. NSC എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ ആളാണ്, പക്ഷേ വലിയ ഇതാണല്ലോ, നാഷണൽ ഇതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ഇത് എടുക്കുവാണ്, പർച്ചേസ് എടുക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനും വേർഡ് ഡോക്യുമെന്റിന്റെ ഓഫീസ് സൂട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രീമിയം പാക്ക് ഉണ്ട്, നോർമൽ പാക്ക് ഉണ്ട്. നോർമൽ പാക്കാണ് കുറച്ചൊക്കെ കാര്യങ്ങളേ ഉള്ളൂ, ബട്ട് പ്രീമിയം പാക്കാണ് കുറച്ചുകൂടെ നമുക്ക് സർവീസസ് കൂടുതൽ കിട്ടും. അതാണ് ഇത്. അപ്പോൾ ഇവർക്ക് എന്താ പ്രത്യേകത? അപ്പോൾ ഇവർക്ക് ട്രേഡിംഗ് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഇത് കിട്ടും, ഒരു ചാൻസ് കിട്ടും, അതിനുള്ള പ്രൊവിഷൻ കിട്ടും. അതാണ് ഈ പറഞ്ഞ പ്രീമിയം പാക്കേജിനുള്ളത്. ആൻഡ് അത് മാത്രമല്ല അവർക്ക് അവരുടെ അൽഗോരിതംസ് അവർക്ക് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്യാം ടു ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെ, ആ ട്രേഡ്സിന് വേണ്ടി അവർക്ക് അത് ചെയ്യാൻ പറ്റും. അതൊക്കെ പെർമിറ്റ് ചെയ്തു. അവരെ പെർമിറ്റ് ചെയ്യുന്നത് എവിടുന്ന? വാച്ച് ഡോഗ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ നോക്കി കണ്ടേ ചെയ്യുള്ളൂ. SEBI നോക്കാറുണ്ട്. പക്ഷേ ചില പ്ലെയേഴ്സ് ഇവയെ മിസ്യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഈ പ്രശ്നം. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. കോർ ലൊക്കേഷൻ സർവീസസ് കൊടുക്കുമ്പോൾ, അത് പ്രീമിയം പർച്ചേസ് കൊടുക്കുമ്പോൾ, പ്രീമിയം അടച്ചിട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ലൂപ്പ് ഹോൾസ്. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലെയേഴ്സ് അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നാണ് കാര്യം. അപ്പോൾ NSCയുടെ കേസ് എടുത്ത് നോക്കിക്കേ, അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്, അത് നമ്മളെ മാനിഫെസ്റ്റ് ചെയ്ത്, അത് നമ്മളെ കാണിച്ചു തരുന്നത്, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ചില ബ്രോക്കേഴ്സിന് വിത്തിൻ ഇറ്റ്സ് കോലൊക്കേഷൻ യൂസർ കമ്മ്യൂണിറ്റി. കോലൊക്കേഷൻ യൂസർ കമ്മ്യൂണിറ്റിയിലുള്ള ചില ബ്രോക്കേഴ്സിന് വെറുതെ അനാവശ്യമായിട്ട് അല്ലെ അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമ്മൾ കൊടുത്തു. അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അൺഫെയർ അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്തു കുറച്ച് ബ്രോക്കേഴ്സിന്. അതാണ് പ്രോബ്ലം പറ്റിയത്. വാട്ട് എവർ ദ ഡിഫൻഡേഴ്സ് ഓഫ് സച്ച് സർവീസസ് മേ സേ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരുപാട് പേര്, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന എന്തൊക്കെ പറഞ്ഞാലും, ദ പ്രമിസ് ഓഫ് ഗിവിംഗ് പ്ലെയേഴ്സ്, അതിൻ്റെ ഒരു പ്രൊപ്പോസൽ നമ്മുടെ തുടക്കം, ഓഫ് ഗിവിംഗ് പ്ലെയേഴ്സ് വിത്ത് ഡീപ്പർ പോക്കറ്റ്സ് ക്വിക്കർ ആൻഡ് മോർ ഇൻഫർമേഷൻ ദാറ്റ് ഗെറ്റ് വിത്ത് ആൻ ഓപ്പൺ മാർക്കറ്റ് ഫിലോസഫി. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ശരി എത്രത്തോളം നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഈ സർവീസ് കൊടുക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഈ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് നമ്മൾ പെർഫോമൻസ് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഒരു പ്രൊപ്പോസലിൻ്റെ ഒരു തുടക്കമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് നമ്മളിത് കൊടുക്കുമ്പോൾ ഇവർ ഡീപ്പർ പോക്കറ്റ്സ് ഉള്ളവർക്ക് കൂടുതൽ പൈസ ഉള്ളവർക്ക് ക്വിക്കറായിട്ടും കൂടുതൽ ഇൻഫർമേഷനും കൂടെ മറ്റ് ആവറേജ് റീറ്റെയിൽ ഇൻവെസ്റ്ററിനേക്കാളും കൂടുതൽ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഫിലോസഫിക്ക് എതിരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? അവിടെ ഒരു ഓപ്പൺ മാർക്കറ്റ് ഫിലോസഫിക്ക് എതിരായിട്ടൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്, മാർക്കറ്റ് ഫിലോസഫിയാണ് നിങ്ങൾ കീപ്പപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ്, അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫ്രം NSC's ബോർഡ് ആൻഡ് ഓഡിറ്റേഴ്സ് ടു SBI ആൻഡ് ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ അക്കൗണ്ടബിൾ ടു പാർലമെന്റ്. അപ്പോൾ ഈ SEBIയുടെ പ്രത്യേകത എന്താ? SEBI ഈസ് അക്കൗണ്ടബിൾ ടു പാർലമെന്റ്. പാർലമെന്റിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാ? ഈ പറഞ്ഞ SEBI ആണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഹാവ് നോട്ട് ഡെലിവേർഡ് ഈസ് എ ലാർജ് വറി. എന്നിട്ട് അന്ന് ഇത് ഡെലിവറി ചെയ്ത് എന്തെങ്കിലും കാര്യം അവരോട് പറഞ്ഞു കൊടുത്തോ? ഈ കാര്യത്തെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ SEBI? ആ വാച്ച് ഡോഗ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഇല്ല. ഹാവ് നോട്ട് ഡെലിവറി ചെയ്തില്ല. അതാണ് ഒരു വറി. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുന്നത്. നിയർലി 3 years have passed. 3 വർഷം കഴിഞ്ഞു, ഏകദേശം 3 വർഷം കഴിഞ്ഞു. ഹാവ് പാസ്ഡ് ബിറ്റ്വീൻ SEBI's 624 crore rupees fine on NSC for misuse of its co-location services. അപ്പോൾ ഒരു ഫൈൻ SEBI ഫൈൻ കൊടുത്തായിരുന്നു. ആർക്ക്? നമ്മുടെ NSCക്ക് ഫൈൻ കൊടുത്തു. 624 കോടി രൂപയുടെ ഫൈൻ ഉണ്ട് NSCക്ക്. എന്തിനാ? ഫോർ മിസ്യൂസിങ് ഇറ്റ്സ് co-location സർവീസസ്. അപ്പോൾ ഇന്നല്ല, 3 വർഷമായി ഏറെക്കുറെ അവർ ഫൈൻ ചുമത്തിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ആൻഡ് ദ ലേറ്റസ്റ്റ് ഓർഡർ അഗൈൻസ്റ്റ് ഇറ്റ്സ് ഫോമർ ടോപ്പ് ബ്രാസ്. അപ്പോൾ എന്നിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഓർഡർ കൂടെ വന്നിട്ട് 3 വർഷത്തിൻ്റെതായ ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ടും എന്തെങ്കിലും മാറ്റം ഇതുവരെ വന്നോ? ഒന്നും വന്നിട്ടില്ല. എ മാറ്റർ വേർ ദ സാങ്ക്ടിറ്റി ഓഫ് ദ എൻ്റയർ മാർക്കറ്റ് കംസ്. ഇവിടെ മനസ്സിലായോ? സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞാൽ പാരമൗൺസി, ഇമ്പോർട്ടൻസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദ എൻ്റയർ മാർക്കറ്റ് കംസ് അണ്ടർ എ ക്ലൗഡ്. ഇവിടെ ഒരു അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു ഇഡിമാറ്റിക് എക്സ്പ്രഷൻ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ ഞാനിത് ഇടാൻ വിട്ടുപോയതാണ്. അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഡൗട്ട്, അണ്ടർ സസ്പീഷൻ, ഒരു മറയിലാണ്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഷുഡ് ഹാവ് ബീൻ ട്രീറ്റഡ് വിത്ത് എ ടാഡ് മോർ അർജൻസി. കുറച്ചുകൂടെ ഒരു ലിറ്റിൽ മോർ, അല്ലെ? എ ലിറ്റിൽ, ടാഡ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ, അല്ലെ? സംവോട്ട്
എന്നർത്ഥം. നമ്മൾ പറഞ്ഞു ഇത് അഡ്വേർബായിട്ട് ഉപയോഗിക്കാം. എ ടാഡ് മോർ ഏർജൻസി, കുറച്ചുകൂടെ ഒരു ഏർജന്റ് ആയിട്ട് ഇതിനൊന്ന് ഡീൽ ചെയ്താൽ നന്നായിരുന്നു. ദ CBI സ്പെഷ്യൽ കോർട്ട് ഹാസ് ഒബ്സർവ് ദാറ്റ് SEBI which began this probe in 2016 has been too kind and gentle, while the CBI after filing an FIR in 2018 has been most lackadaisical. With a new SEBI chief in place, the government led by the finance minister who is reviewing the handling of the NSE case must ensure some deterrent action is accompanied by a review of checks and balances in current governance structures. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ SEBIയുടെ അടുത്ത് ഈ കാര്യങ്ങൾ വന്നിട്ട് 3 ഫൈനൊക്കെ ചുമത്തി വാച്ച് ഡോഗ് ഫൈനൊക്കെ ചുമത്തിയിട്ടിപ്പോൾ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു ഇതുമില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഈ സ്പെഷ്യൽ കോർട്ട്. അപ്പോൾ SEBIയുടെ സ്പെഷ്യൽ കോർട്ട് CBIയുടെ സ്പെഷ്യൽ കോർട്ട് പറഞ്ഞ അവർ ഒബ്സർവ് ചെയ്തതനുസരിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ SEBIയുടെ ഈ പ്രോബ് തുടങ്ങിയിട്ട് 2016 തുടങ്ങിയത്. പക്ഷേ അത് ഭയങ്കര കൈൻഡ് ആൻഡ് ജെന്റിലാണ്, വളരെ ഇന്നവരോട് ഭയങ്കര എന്താ പറയുക കൈൻഡായിട്ട് വളരെ സ്നേഹത്തോടെ സഹതാപത്തോടെയൊക്കെ പെരുമാറുന്നതുകൊണ്ടാണ് ഈ പരിപാടികളൊന്നും നടക്കാത്തത്, മുന്നോട്ട് പോകാത്ത. ഇത്രയും സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ഇവർ വളരെ റിലാക്സ്ഡ് ആയിട്ട് കരുതി എന്ന് പറയുന്നത് തന്നെ മോശമായ ഒരു കാര്യമാണ്. അപ്പോൾ ആഫ്റ്റർ ഫയലിംഗ് ഒരു 2018 പക്ഷെ അതേസമയം CBIയെ സംബന്ധിച്ചിടത്തോളം FIR 2018 ഫയൽ ചെയ്തു. ഹാസ് ബീൻ മോസ്റ്റ് ലാക്കഡാസിക്കൽ. അതായത് SEBI എന്ന് പറഞ്ഞാൽ 2016 ഇത് ചെയ്തിട്ട് അത് കൈൻഡ് ആൻഡ് ജെന്റിൽ ആയിട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. CBIയുടെ കാര്യത്തിലോ CBI 2018 ഫയൽ ചെയ്ത ഒരു FIR ആണ്. 2018 ഫയൽ ചെയ്ത അവരെന്ന് പറഞ്ഞാൽ വളരെ ലാക്കഡാസിക്കൽ എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ സ്ലോത്ത്ഫുൾ ആയിട്ടുള്ള, വളരെ റിലാക്സ് അല്ല എന്ന് പറഞ്ഞാൽ ലേസി. ലാക്കഡൈസിക്കൽ എന്ന് പറഞ്ഞാൽ ലേസി എന്നാണ്, അല്ലെങ്കിൽ കെയർലെസ് എന്നൊക്കെ പറയാം. വളരെ കെയർലെസ് ആണ് ഈ CBI, അതാണ്. അപ്പോൾ വിത്ത് എ ന്യൂ SEBI ചീഫ് ഇൻ പ്ലേസ്, ഏറ്റവും ഇപ്പോൾ ഒരു പുതിയൊരു ചീഫുണ്ട് പ്ലേസിൽ. അപ്പോൾ ദ ഗവൺമെൻറ് ലെഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ലീഡ് ചെയ്യുന്ന ഹുസ് റിവ്യൂയിങ് ദ ആൻഡ് പുള്ളിക്കാരിയാണ് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ NSEയുടെ കേസ് ഹാൻഡിൽ ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ എന്താ അവർ ചെയ്യേണ്ടത്? മസ്റ്റ് എൻഷുർ സം ഡിറ്ററന്റ് ആക്ഷൻ, കുറച്ച് ഡിറ്ററന്റ് ആക്ഷൻ കൊടുക്കണം. കമ്പനീഡ് ബൈ എ റിവ്യൂ ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തുക, അല്ലേ? എൻഷുർ ചെയ്യുന്നത് കൺഫേം ചെയ്യാം, മേക്ക് ഷുവർ, ഉറപ്പ് വരുത്താം. ഡിറ്ററന്റ് ആക്ഷൻ ഉറപ്പ് വരുത്താം. അതിൻ്റെ കൂടെ തന്നെ റിവ്യൂ ചെയ്യുക അതിൻ്റെ ചെക്സ് ആൻഡ് ബാലൻസസ്. കോമ്പറ്റേറ്റീവ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ വളരെ റിസ്ട്രെയിൻ, വേണ്ടെടുത്ത് കൺട്രോൾ വേണം. ഗവൺമെൻറ് സ്ട്രക്ചേഴ്സിൽ, കറണ്ട് സ്ട്രക്ചേഴ്സിൽ വേണ്ടെടുത്ത് കൺട്രോൾ വേണം എന്നുള്ള രീതിയിലാണ്. ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ, അല്ലേ? ഇങ്ങനെ പോയ പ്രശ്നമാണ് എന്നുള്ള ക്രിട്ടിക്കൽ സെൻസോട് തരുന്ന ഒരു റൈറ്റപ്പാണ്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ. നമുക്ക് പോവാം വേഗം ആർട്ടിക്കിളിലോട്ട്. ഓക്കെ, ക്ലിയർ? പുതിയ SEBI ചീഫ് ഫിനാൻസ് മിനിസ്റ്റർ ആണെന്നല്ല ഞാൻ പറഞ്ഞേ. SEBI ചീഫ് പുതിയ ആളുണ്ട്, അതാരാന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. ആ പുള്ളിക്കാരി ആരാണോ ചീഫ് പുതിയ ആള്. ആൻഡ് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഫിനാൻസ് മിനിസ്റ്റർ ആണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഈ ഒരു കേസ് റിവ്യൂ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നതും ഈ പ്രോസസ്സ് ലീഡ് ചെയ്യുന്നതും ഫിനാൻസ് മിനിസ്റ്റർ ആണ്. കാരണം ഇത് ഫിനാൻസ് വിങ്ങിന്റെ കേസിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ അതനുസരിച്ച് ഇവർ ചെയ്യണം, മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ, യാ, മൂവിങ് ഓൺ. ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റൻ നോക്കൂ. ദ വോട്ടർ പാർട്ടിസിപ്പേഷൻ അക്രോസ് ഫസ്റ്റ് 5 phases വാസ് ക്ലോസ് ടു 2017 ലെവൽ ഡെസ്പൈറ്റ് ഓഫ് പാൻഡമിക് റിലേറ്റഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ക്യാമ്പയിനിങ്. എന്താണ് ഇവിടുത്തെ എറർ പറയാമോ? സത്യം, CBIയുടെ പുതിയ മൂവി വരുന്നുണ്ട്, ഞാൻ ഓർത്ത ജഗതിയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ. ശില്പ, ലാക്കലസ്റ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഇൻസ്പയർഡ് ആയിട്ടുള്ള റെസ്പോൺസ്, മനസ്സിലാവും, വളരെ ഡൾ റെസ്പോൺസ് ആണ്, വളരെ
എന്താ പറയുക, തണുപ്പൻ റെസ്പോൺസ്. അതാട്ടോ ശില്പ, മനസ്സിലായോ? ലാക്ക് ലസ്റ്റർ റെസ്പോൺസ് മനസ്സിലായോ? യാ, ഇവിടുത്തെ എറർ എന്താണ്? ഡെസ്പൈറ്റിനോട് ഒരിക്കലും ഓഫ് വരാൻ പാടില്ല, ഇതാണ് എറർ. ഇൻസ്പൈറ്റ് ഓഫ് ഉണ്ട്, തന്നെ ഇൻസ്പൈറ്റ് വന്നാൽ കേട്ടോ, തന്നെ ഇൻസ്പൈറ്റ് എന്ന് ഉപയോഗിച്ചാൽ തെറ്റാ, എന്നാൽ ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും തെറ്റാ. എന്താ അവിടുത്തെ തെറ്റ്? ഈ ഇൻസ്പൈറ്റ് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ഇൻസ്പൈറ്റ് ഓഫ് വരണം, ഡെസ്പൈറ്റ് ഒറ്റയ്ക്കും വരണം. കാര്യം എന്താ? ഇവയ്ക്ക് തമ്മിൽ ഡിഫറൻസ് എന്താ? ഈ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, പക്ഷെ രണ്ടും ഒരേ മീനിങ് ആണ്, ഒരേ യൂസേജുമാണ്. ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഡെസ്പൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനുമാണ്, അതാണ് വ്യത്യാസം. മനസ്സിലായോ? ഓർത്തോണം കേട്ടോ. ഡെസ്പൈറ്റ് പാൻഡമിക് റിലേറ്റഡ് റെസ്ട്രിക്ഷൻസ്, ഓഫ് വേണ്ട. ഓക്കെ, ക്ലിയർ. മൂവിങ് ഓൺ ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി സിമ്പിൾ ആണ്, നോക്കിക്കോ. ദ പെഷവാർ അറ്റാക്ക് ഷുഡ് സെർവ്സ് ആസ് എ വാർണിംഗ് ടു പാകിസ്ഥാൻ which sees the wheel of jihadism returning. The Peshawar attack should serve as a warning to Pakistan, which sees the wheel of jihadism returning. അപ്പോൾ പോരട്ടെ? ഓക്കെ, അപ്പോൾ പോരട്ടെ. നിങ്ങളുടെ ആൻസർ കോമെന്റ് സെക്ഷനിൽ പോരും കേട്ടോ. ഓക്കെ, മതാബി പൂരി ബച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്, താങ്ക് യു. യെസ്, മൂവിങ് ഓൺ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ. വൺസ് അഗൈൻ ഹാപ്പി വിമൻസ് ഡേ. നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും, നിങ്ങളറിയുന്ന എല്ലാ സ്ട്രോങ് ആൻഡ് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള എല്ലാ ലേഡീസിനും, എല്ലാവർക്കും, എല്ലാ വിമൻ ഔട്ട് ദെയറിനും എൻ്റെ ഹാപ്പിയസ്റ്റ് ആൻഡ് ഹോൾ ഹാർട്ടഡ് വിമൻസ് ഡേ വിഷസ്. ഓക്കെ, സോ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണേ. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ എഡിറ്റോറിയലിൻ്റെ ഒക്കെ നോട്ട്സ് ടെലിഗ്രാം ചാനലിലൂടെ അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് വാച്ചിങ്. അപ്പോൾ ലൈവിൽ വരുന്നവരെല്ലാം റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അത് മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ഷെയർ ഇട്ട് ആസ് മെനി ആസ് പോസിബിൾ മറ്റുള്ളവരിലോട്ടേക്ക് എത്തിക്കാൻ നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി, സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി, റിലേറ്റീവ്സിലെല്ലാം എത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തേ. നമ്മുടെ അഡാറ്റ് 24/7 ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആപ്പാണ്. എക്സാം നോട്ടിഫിക്കേഷൻസ്, എക്സാം ഡേറ്റ്സിനെ പറ്റി, എന്തെങ്കിലും റിസൾട്ട്സ് ഔട്ട് ആയാലും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ, ഏതൊരു കോമ്പറ്റീവ് എക്സാമിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡാറ്റ് 24/7 ആപ്പ് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വിസസ് ഒക്കെ ഡെയിലി അവൈലബിൾ ആണ്. സോ യു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. Take care. Have a wonderful day.